Good evening all. Welcome to Ernest Academy. നമ്മൾ ഇന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഇലക്ട്രോണിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മുടെ BJT, MOSFET, ദെൻ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ഓപ്പ് ആമ്പ്, അപ്പോൾ കുറച്ച് ഇൻസ്ട്രുമെന്റേഷൻ, ഇങ്ങനെ വരുന്ന നമ്മുടെ സിലബസിൽ പറഞ്ഞേക്കുന്ന പോലെ ആണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതില് ഒരു മെയിൻ പാർട്ടാണ് ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അതായത് BJT, MOSFET, ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ്, അങ്ങനെ ഒരു സെക്ഷൻ ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഓപ്പ് ആമ്പ്, ഇതൊക്കെ നമ്മുടെ ആ ഒരു അനലോഗ് സർക്യൂട്ട്സിനകത്ത് വരുന്നതാണ്. ദെൻ അതിനുശേഷം കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്, നമ്മുടെ അനലോഗ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, ദെൻ അതേപോലെ തന്നെ ഡിജിറ്റൽ സർക്യൂട്ട്സ് വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റേഷൻ വരുന്നുണ്ട്, പവർ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടോപ്പിക്സുകളൊക്കെ കവർ ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ BJT, MOSFET റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഫസ്റ്റ് ഓപ്ഷൻ ഇതാണ്: MOSFET is a unipolar voltage controlled two-terminal device. Then second option, MOSFET is a bipolar current controlled two-terminal device. Then third, MOSFET is unipolar voltage controlled three-terminal device. Then fourth option, MOSFET is a bipolar current controlled device. അപ്പോൾ നമുക്ക് BJT, MOSFET ഈ രണ്ട് ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ച് നമുക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതായത് ഒന്ന് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററും FET എന്ന് പറയുന്നത് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സും ആണ്. അപ്പം BJT ഇത് നമ്മൾ FET ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നമ്മുടെ BTech ലെവലിൽ പഠിച്ചിട്ടുള്ളതാണ്. ബൈപോളാർ, അതേപോലെ തന്നെ ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റേഴ്സ്. അപ്പൊ ട്രാൻസിസ്റ്റർ ഫാമിലി വരുന്ന ഈ രണ്ട് ടോപ്പിക്സ് നോക്കുവാണെങ്കിൽ, ബൈപോളാർ എന്ന് പറയുമ്പോൾ ആ പേര് തന്നെ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതൊരു രണ്ടും സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. അപ്പം FETക്ക് കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് BJT ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ. സോ നമ്മുടെ IC ഒക്കെ നമ്മൾ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ FETs ആണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ BJT, FET ഒരു കമ്പാരിസൺ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് യൂണിപോളാർ. FET എന്ന് പറയുന്നത് യൂണിപോളാർ ആണ്. അതേപോലെ തന്നെ BJT എന്ന് പറയുന്നത് ബൈപോളാർ ആണ്, ഒരു ബൈപോളാർ ഡിവൈസ് ആണ്. അപ്പൊ എന്താണ് യൂണിപോളാർ, അതുപോലെ തന്നെ ബൈപോളാർ? അപ്പൊ യൂണിപോളാർ മീൻസ് FETക്കകത്ത് ചാർജ് ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് എയ്തർ ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ, ഇതായിരിക്കും അതിനകത്തുള്ള ചാർജ് ക്യാരിയേഴ്സ്. ഏതെങ്കിലും ഒരു ക്യാരിയേഴ്സ് ആയിരിക്കും. അതായത് നമ്മൾ അതിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട്. FETയുടെ ക്ലാസിഫിക്കേഷൻ പറയുന്നത് അത് N ചാനൽ മോസ്ഫെറ്റ്. അപ്പൊ മോസ്ഫെറ്റ് എടുക്കുവാണെങ്കിൽ FET എന്ന് പറയുമ്പോൾ അതിനകത്ത് ജംഗ്ഷൻ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ JFET വരാം, അതേപോലെ തന്നെ മോസ്ഫെറ്റ് വരാം. അപ്പൊ JFET നമുക്ക് നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വരുന്ന സിലബസുകളിലൊക്കെ അത് മോസ്ഫെറ്റ് ആയിട്ടുണ്ട്, കാരണം നമ്മൾ JFET അധികം യൂസ് ചെയ്യുന്നില്ല. സോ N ചാനൽ മോസ്ഫെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ P ചാനലും ഉണ്ട്, P ചാനൽ മോസ്ഫെറ്റ്. അപ്പൊ ഇതിനകത്ത് ചാർജ് ക്യാരിയേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. N ചാനലും P ചാനലും. അപ്പൊ N ചാനലിനകത്ത് നമുക്ക് ചാർജ് ക്യാരിയർ, അതിനകത്തെ ചാർജ് ക്യാരിയർ എന്ന് പറയുന്നത് ഇലക്ട്രോൺ ആണ്. അതേപോലെ തന്നെ P ചാനൽ എന്ന് പറയുമ്പോൾ അതിനകത്തെ ചാർജ് ക്യാരിയർ എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് അത് ക്ലാസിഫൈ ചെയ്യുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ യൂണിപോളാർ ഡിവൈസസ് എന്ന് വിളിക്കാം, ഈ FET. അപ്പം നമ്മുടെ ഒരു N ചാനൽ മോസ്ഫെറ്റ് അല്ലെങ്കിൽ P ചാനൽ മോസ്ഫെറ്റ് ഒക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് 3 ടെർമിനൽസ് ആണ് വരുന്നത്. 3 ടെർമിനൽസ്, അതായത് സോഴ്സ് വരും, ഗേറ്റ് വരും, ഡ്രെയിൻ വരും. അതിൽ നിന്ന് ഈ സോഴ്സ് ടു ഡ്രെയിൻ പാത്തിനെയാണ് നമ്മൾ ചാനൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ N ചാനൽ എന്ന് വിളിക്കുമ്പോൾ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള പാത്തിനെയാണ് നമ്മൾ ചാനൽ. അപ്പൊ ഒരു N ചാനൽ ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു P ചാനൽ ഡിവൈസ് എന്നൊക്കെ പറയുമ്പോൾ അതിനകത്തെ ചാർജ് ക്യാരിയർ ആണ് N-ഉം P-യും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊരു യൂണിപോളാർ ഡിവൈസ് ആണ്. സോഴ്സ് ടു ഡ്രെയിനെയാണ് നമ്മൾ ചാനൽ എന്ന് വിളിക്കുന്നത്. ദെൻ ഇതേപോലെ തന്നെ ഈ ഗേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെർമിനലാണ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗേറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നത് ഒരു വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. അപ്പോ FETയുടെ മറ്റൊരു പ്രത്യേകത ഒന്ന് യൂണിപോളാർ ആണ്, 3 ടെർമിനൽ ആണ്. അതേപോലെ തന്നെ ഇത്
വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. നമ്മൾ കമ്പാരിസൺ ഒക്കെ പറയുമ്പോൾ FET ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ദിസ് ഈസ് വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. അപ്പൊ ഈ ഗേറ്റ് വോൾട്ടേജ് ആണ് നമ്മൾ ഈ സോഴ്സിൽ നിന്ന് ഡ്രെയിനിലേക്കുള്ള ചാർജ് കാരിയേഴ്സിനെ അല്ലെങ്കിൽ അതിന്റെ ഫ്ലോയെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ദിസ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ്. അപ്പൊ അത് ഗേറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ ഞാൻ ചാനൽ എന്താണ്, സോഴ്സ്, ഡ്രെയിൻ, ഗേറ്റ്, 3 ടെർമിനൽസും ദെൻ അതുപോലെ തന്നെ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണെന്ന് ഞാൻ പറഞ്ഞു. ദെൻ BJT വരുവാണെങ്കിൽ ഇത് ബൈപോളാർ ആണ്. ദെൻ ഇതിനകത്ത് 3 ടെർമിനൽസ് ആണ്. ഇതിനകത്ത് 3 ടെർമിനൽസ് എന്ന് പറയുമ്പോൾ എമിറ്റർ, ബേസ് ആൻഡ് കളക്ടർ ആണ്. ദെൻ ഇത് ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ്. കറണ്ട് കൺട്രോൾഡ് ആണ്. സോ കറണ്ട് കൺട്രോൾഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു ബേസ് കറണ്ട് വെച്ചിട്ടാണ് അതിനെ ഒരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് അതിന്റെ ഇക്വേഷനും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതാണ്. I = IB + IC, അതിന്റെ ടെർമിനൽ കറണ്ട് ഇക്വേഷൻ. ദെൻ BJTക്ക് ഒരുപാട് കാര്യങ്ങൾ അതിന്റെ കോൺഫിഗറേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ കളക്ടർ കറണ്ട് നമ്മളിപ്പോൾ ഒരു കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ IC = βIB. അതായത് ഇവിടെ ആ ഒരു കളക്ടർ കറണ്ടിന് ഒരു ആംപ്ലിഫിക്കേഷൻ വരണമെങ്കിൽ നമുക്ക് ആ ഒരു IB ആണ് അവിടെ അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കോമൺ എമിറ്റർ ഒക്കെ പഠിക്കുമ്പോൾ IB എന്ന് പറയുന്നത് ഇവിടുത്തെ ഇൻപുട്ട് കറണ്ട് ആണ്. സോ ആ ഇൻപുട്ട് കറണ്ട് ആണ് അതിനകത്ത് ആ കളക്ടർ കറണ്ടിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇതൊരു കറണ്ട് കൺട്രോൾഡ് ഡിവൈസ് ആണ് നമ്മുടെ BJT. ഇതൊരു വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ കമ്പാരിസൺ ഉണ്ട്. ദെൻ അതിന്റെ നോയിസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ FET ആണ് കുറച്ചും കൂടെ നോയിസ് ഇമ്മ്യൂൺ ആയിട്ടുള്ള ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത്. സോ അങ്ങനെ ആ ഒരു ഇത്രയും ഡിഫറൻസ് നമ്മൾ എപ്പോഴും അത് പഠിച്ചു വെക്കേണ്ടതാണ് ഇങ്ങനെയുള്ള എക്സാംസിനൊക്കെ പോകുമ്പോൾ. BJT FETയുടെ കമ്പാരിസൺ വർക്കിങ്ങിനെക്കാട്ടിയൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. അതിന്റെ സ്ട്രക്ചർ പഠിക്കണം. ദെൻ അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുമ്പോൾ അത് കുറച്ചും കൂടെ കവർ ആവും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കമ്പാരിസൺ വെച്ചിട്ടാണ് ഈ ഒരു ആൻസർ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്ത് നോക്കുവാണെങ്കിൽ മോസ്ഫെറ്റ് ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് യൂണിപോളാർ ഡിവൈസ് ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. 3 ടെർമിനൽ ഡിവൈസ് ആണ്. അപ്പൊ നമുക്ക് മോസ്ഫെറ്റിന്റെ നോക്കുവാണെങ്കിൽ ഓപ്ഷൻ C ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ യൂണിപോളാർ ആണ്, വോൾട്ടേജ് കൺട്രോൾഡ് ആണ്, 3 ടെർമിനൽ ഡിവൈസ് ആണ്. അപ്പൊ ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബാക്കിയൊക്കെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ബൈപോളർ എന്തായാലും വരത്തില്ല. അത് ട്രാൻസിസ്റ്റർ BJT ആകുമ്പോഴാണ് അതിനെ നമ്മൾ ബൈപോളർ ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ അത് കറണ്ട് കൺട്രോൾഡ് ആണ് BJT എന്ന് പറയുന്നത്. നമ്മുടേത് വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. ദെൻ 3 ടെർമിനൽ ഡിവൈസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് എമിറ്റർ, ബേസ്, കളക്ടർ, ഇവിടെ സോഴ്സ്, ഗേറ്റ്, ഡ്രെയിൻ. ഇവിടെ നമുക്ക് ബോഡി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. FETയുടെ മോസ്ഫെറ്റിന്റെ കേസിൽ നമ്മൾ ബോഡി എഫക്റ്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ചില സമയത്ത് ഒരു ടെർമിനൽ ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഒരു കമ്പാരിസൺ. സോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ദെൻ അടുത്തതിലേക്ക് പോവാം. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ഓസിലേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് ഒരു ടോപ്പിക് നമ്മുടെ സിലബസിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഓസിലേറ്റേഴ്സ് നോക്കുവാണെങ്കിൽ മെയിൻ ആയിട്ടും ഓസിലേറ്ററിനെ കുറിച്ച് പഠിച്ചിരിക്കേണ്ടത് അത് ഏത് ഫീഡ്ബാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ് എന്നൊരു കൺസെപ്റ്റ് വരുന്നുണ്ട് അവിടെ. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക്, അപ്പം അതിന്റെ ഓവറോൾ ഫീഡ്ബാക്ക്, ഗെയിൻ, അങ്ങനെയുള്ള ഗെയിൻ വിത്തൗട്ട് ഫീഡ്ബാക്ക്, വിത്ത് ഫീഡ്ബാക്ക്, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒക്കെ നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിൽ വരുന്നുണ്ട്. അപ്പം ഈ ഓസിലേറ്ററും ആംപ്ലിഫയറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. സോ ഓസിലേറ്റേഴ്സ് നമ്മൾ വരുമ്പോൾ അത് പോസിറ്റീവ് ഫീഡ്ബാക്കിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓസിലേറ്റേഴ്സ് ആർ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ദെൻ അതേപോലെ തന്നെ ആംപ്ലിഫയേഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണ്. ദെൻ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് അതിന്റെ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. LC ഓസിലേറ്റേഴ്സ്. അപ്പം L-ഉം C-യും നമുക്കൊരു ഇൻഡക്ടർ, കപ്പാസിറ്റർ ആണ് നമ്മുടെ LC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ LC ഓസിലേറ്റേഴ്സ് നമുക്ക് അല്ലെങ്കിൽ ജനറലി നമുക്ക് ലോ ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി, അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ്. അപ്പം ആ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് പോകുന്നത്. അപ്പൊ LC ഓസിലേറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് RF ആപ്ലിക്കേഷൻ അത് വരുന്നതാണ്, അല്ലെങ്കിൽ വെരി ഹൈ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആണ് യൂഷ്വലി LC ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കമ്പാരിസൺ, ഇവിടെ നമ്മളൊരു കമ്പയർ ചെയ്ത് പഠിക്കണം അതിന്റെ ക്ലാസിഫിക്കേഷൻ.
ദെൻ RC ഉണ്ട്, ദെൻ LC ഉണ്ട്, ദെൻ ഇതിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പൊ ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം. നമ്മുടെ RC ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും നമ്മുടെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, നമ്മുടെ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, ഇതൊക്കെയാണ് RCക്കകത്ത് വരുന്നത്. LC ഓസിലേറ്റേഴ്സിനകത്ത് വരുന്നത് നമ്മുടെ ഹാർട്ട്ലി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓസിലേറ്റർ ആണ് ഹാർട്ട്ലി ഓസിലേറ്റർ. ദെൻ കോൾപിറ്റ് ഉണ്ട്, കോൾപിറ്റ് ഓസിലേറ്റർ, ദെൻ ക്ലാപ്പ് ഓസിലേറ്റർ, ഇതൊക്കെ നമ്മുടെ LC ഓസിലേറ്റേഴ്സിനകത്ത് വരുന്നതാണ്. ദെൻ ഞാൻ പറഞ്ഞു RCക്കകത്ത് വരുന്നത് നമ്മുടെ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ദെൻ വീൻ ബ്രിഡ്ജ് ഉണ്ട്, ഇതൊക്കെ നമ്മുടെ RC കേസിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇനി ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഞാൻ പറഞ്ഞു ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു സ്റ്റേബിൾ ഓസിലേറ്റർ ആണ്, ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓസിലേറ്റർ ആണ് ക്രിസ്റ്റൽ. അപ്പൊ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ്. ദെൻ നമ്മൾ പിന്നെ കമ്പാരിസൺ നോക്കുവാണെങ്കിൽ സ്റ്റെബിലിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റെബിലിറ്റി പൂറാണ്, പൂവർ സ്റ്റെബിലിറ്റി ആണ്. അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് പറയാം പൂവർ സ്റ്റെബിലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ LC ഓസിലേറ്റേഴ്സും പൂവർ ആണ്, സ്റ്റെബിലിറ്റിയുടെ ബേസിൽ പൂവർ ആണ്. പക്ഷെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു കമ്പാരിസൺ ഹാർട്ട്ലി, കോൾപിറ്റ്, ക്ലാപ്പ് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്ലാപ്പ് കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ഓസിലേറ്റർ ആണ്. പക്ഷെ നമുക്ക് സ്റ്റെബിലിറ്റി ബേസ് ഈ മൂന്നെണ്ണത്തിനും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ക്രിസ്റ്റൽ ഓസിലേറ്റർ തന്നെയാണ് ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഓസിലേറ്റർ. ദെൻ അതുപോലെ തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ, അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റെബിലിറ്റി കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് അതിന്റെ സ്റ്റെബിലിറ്റി പറഞ്ഞു. സ്റ്റെബിലിറ്റി മെയിൻ ആയിട്ടും ക്രിസ്റ്റലിന്റെ കേസിലുള്ള സ്റ്റെബിലിറ്റി ആണ് ചോദിക്കുന്നത്. ദെൻ പിന്നെ വരുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്, എവിടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇത് ലോ മീഡിയം ആപ്ലിക്കേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത് RC ആണ്. അതുപോലെ തന്നെ LC ഓസിലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹൈ ഫ്രീക്വൻസി ആണ്, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ ആണ്. ഇതും ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ തന്നെയാണ് ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലോ ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നത്, ലോ മീഡിയം ഫ്രീക്വൻസിയിൽ ഉപയോഗിക്കുന്നത് RC ഓസിലേറ്റേഴ്സും, RF ആപ്ലിക്കേഷൻ, റേഡിയോ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ LC ഓസിലേറ്റേഴ്സും ആണ്. അതേപോലെ തന്നെ ഹാർട്ട്ലിയിൽ നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റേഡിയോ റിസീവേഴ്സിൽ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ഏതാണ്. അപ്പൊ ഹാർട്ട്ലി ആണ് റേഡിയോ റിസീവേഴ്സിൽ യൂസ് ചെയ്യുന്നത്, റേഡിയോ റിസീവേഴ്സ്. അപ്പം റേഡിയോ റിസീവേഴ്സിൽ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. അപ്പം ഇങ്ങനെ ഒരു കമ്പാരിസൺ നമുക്ക് ഓസിലേറ്റേഴ്സിന്റെ നമ്മളൊരു കമ്പാരിസൺ പഠിക്കേണ്ടതാണ്. ദെൻ അതേപോലെ തന്നെ ഹാർട്ട്ലിയെ കുറിച്ച് ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു, റേഡിയോ റിസീവേഴ്സിൽ ഉപയോഗിക്കുന്ന ഓസിലേറ്റർ. ദെൻ ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു, അത് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓസിലേറ്റേഴ്സ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കണം. ദെൻ നമുക്ക് ഇനി RC ഓസിലേറ്റർ, അതായത് വീൻ ബ്രിഡ്ജും RC ഫേസ് ഷിഫ്റ്റും അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് അന്നേരം പറയാം. സോ ഇതിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഹാർട്ട്ലി ഓസിലേറ്റർ തന്നെ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ശരിക്കും 2 ഇൻഡക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, 2 ഇൻഡക്ടേഴ്സ് സീരീസ് ആയിട്ട്. ദെൻ അതിന് പാരലൽ ആയിട്ട് ഒരു കപ്പാസിറ്ററും വരും. ഇതാണ് അതിന്റെ ഒരു സ്ട്രക്ചർ, ഹാർട്ട്ലിയുടെ സ്ട്രക്ചർ. ദെൻ കോൾപിറ്റിലേക്ക് വരുവാണെങ്കിൽ ഇതെല്ലാം RF ഓസിലേറ്റർ ആണെന്ന് ഞാൻ പറഞ്ഞു, LC ഓസിലേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. ദെൻ കോൾപിറ്റിലോട്ട് വരുവാണെങ്കിൽ ഇതിനകത്ത് ക്രിസ്റ്റൽ ഓസിലേറ്റർ മാത്രമാണ് നമ്മുടെ LC ഓസിലേറ്റർ അല്ലാത്ത. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആ കമ്പാരിസൺ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ RC ഓസിലേറ്റേഴ്സ് ഏതാണ്, LC ഓസിലേറ്റർ. അപ്പൊ നമ്മുടെ ആൻസർ ഓൾറെഡി ആയി. അപ്പൊ ഞാൻ ജനറൽ ആയിട്ട് ഹാർട്ട്ലി, കോൾപിറ്റ്, ക്ലാപ്പ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടെ പറയുവാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ തന്നെയാണ്. അപ്പോൾ ഇനി ഹാർട്ട്ലിക്കകത്ത് ഞാൻ പറഞ്ഞു 2 ഇൻഡക്ടേഴ്സ് ആൻഡ് 1 കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്തത്, 2 ഇൻഡക്ടർ സീരീസ് ആയിട്ട്, അതിന്റെ ഫീഡ്ബാക്ക് സർക്യൂട്ട്. അപ്പൊ ഏതൊരു ഓസിലേറ്റർ എടുക്കുവാണെങ്കിലും ഇതൊരു ഫീഡ്ബാക്ക് സർക്യൂട്ട് ആയിട്ട് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഇതാണ്. അപ്പൊ ഏതൊരു ആംപ്ലിഫയർ എടുത്ത് നോക്കുവാണെങ്കിലും, ഒരു ഓസിലേറ്റർ എടുത്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരു ആംപ്ലിഫയർ കാണും, ദെൻ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് കാണും. അപ്പം ഇതാണ് അതിന് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന
ഒരു സർക്യൂട്ടാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഓസിലേറ്റർ. ഇപ്പൊ നമ്മൾ യൂഷ്വലി പറയാറുണ്ട് ഓസിലേറ്റേഴ്സിന് നമ്മൾ ഒരു ഇൻപുട്ട് ഒന്നും, ഒരു എക്സ്റ്റേണൽ ഇൻപുട്ട് ഒന്നും കൊടുക്കുന്നില്ല. വിത്തൗട്ട് എനി ഇൻപുട്ട് ഇറ്റ് ജനറേറ്റ്സ് എ സിനുസോയിഡൽ അല്ലെങ്കിൽ ഒരു വേവ് ഫോം ജനറേറ്റ് ചെയ്യും. അതാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ. ഇവിടെ എ എന്ന് പറയുന്ന ആംപ്ലിഫയറിന്റെ ഗെയിനും ബീറ്റ ആ ഫീഡ്ബാക്ക് ഫാക്ടറുമാണ്. അപ്പൊ ഈ ഫീഡ്ബാക്കിൽ, ഈ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഇൻഡക്ടറും ഒരു കപ്പാസിറ്ററും ആണ് ഹാർട്ട്ലിക്കകത്ത്. ഇനി കോൾപിറ്റ് നോക്കുവാണെങ്കിൽ അതിന്റെ ഫീഡ്ബാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറുമാണ്. ദെൻ ക്ലാപ്പിനകത്താണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് 2 കപ്പാസിറ്റേഴ്സ് ആണ്. 2 കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യും. ദെൻ അതിന് പാരലായിട്ട് നമ്മൾ ഒരു ഇൻഡക്ടറും ഒരു വേരിയബിൾ കപ്പാസിറ്ററും യൂസ് ചെയ്യും. അപ്പൊ ടോട്ടലി 3 കപ്പാസിറ്ററോടെ വരുന്നുണ്ട്. ഒരെണ്ണം വേരിയബിൾ ആണ്, ഒരു വേരിയബിൾ കപ്പാസിറ്ററും യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് ക്ലാപ്പിനകത്ത് വരുന്നത്. സോ നമ്മൾ ഹാർട്ട്ലി, ദെൻ ക്ലാപ്പ് ആൻഡ് കോൾപിറ്റ്, ഇതെല്ലാം എൽ സി ഓസിലേറ്റേഴ്സ് ആണ്. ക്രിസ്റ്റൽ ഓസിലേറ്ററിനെ കുറിച്ചും പറഞ്ഞു. സോ ഈ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓസിലേറ്റേഴ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ദെൻ ഓസിലേറ്ററിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, അതിനകത്ത് അതിന്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബാർഖോസൻ ക്രൈറ്റീരിയ. ബാർഖോസൻ. അപ്പൊ ആ ബാർഖോസൻ ക്രൈറ്റീരിയക്കകത്ത് നമ്മൾ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒന്ന് ടോട്ടൽ ലൂപ്പ് ഗെയിൻ അത് 1 ആയിരിക്കണം, അല്ലെങ്കിൽ എ ബീറ്റ 1. എ മീൻസ് ആംപ്ലിഫയർ ഗെയിൻ, ബീറ്റ ഫീഡ്ബാക്ക് ഫാക്ടർ, അത് 1 ആയിരിക്കണം. ദെൻ മറ്റൊരു കണ്ടീഷൻ പറയുന്നത് അവിടുത്തെ ആ ഒരു ഫേസ് ചേഞ്ച് എന്ന് പറയുന്നത് 0 ഡിഗ്രി അല്ലെങ്കിൽ 360 ഡിഗ്രി അല്ലെങ്കിൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π അങ്ങനെ നമ്മൾ പറയുന്നുണ്ട്. സോ ഇതാണ് 2 കണ്ടീഷൻസ് ബാർഖോസൻ ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. സോ ഇതാണ് ഓസിലേറ്റേഴ്സുമായിട്ട് നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമിറ്റർ ഫോളോവർ സർക്യൂട്ട്. നമ്മൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് എമിറ്റർ ഫോളോവർ. അപ്പൊ നമ്മളത് നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ കോൺഫിഗറേഷൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മുടെ കോമൺ കളക്ടർ കോൺഫിഗറേഷനെ നമുക്ക് എമിറ്റർ ഫോളോവർ എന്നൊക്കെ വിളിക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ഇത് ശരിക്കും നമ്മളൊരു ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്തിനാണ്, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. എമിറ്റർ ഫോളോവർ ഈസ് യൂസ്ഡ് ഫോർ, ദെൻ ഫസ്റ്റ് ഓപ്ഷൻ കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, ഇമ്പിഡൻസ് മാച്ചിങ്, നൺ ഓഫ് ദി അബവ്. സോ നമുക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇമ്പിഡൻസ് മാച്ചിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ട് ആണ് നമ്മുടെ എമിറ്റർ ഫോളോവർ. സോ നമ്മുടെ ബഫർ ആംപ്ലിഫയർ എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. അതായത് നമ്മൾ ലോഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇമ്പിഡൻസ് മാച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ് എമിറ്റർ ഫോളോവർ. അപ്പം യൂഷ്വലി ഞാൻ പറഞ്ഞു കോമൺ കളക്ടർ കോൺഫിഗറേഷൻ ആണ് അത്. അതായത് കോമൺ കളക്ടർ കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് അതുപോലെ തന്നെ ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ്. ഇതാണ് കോമൺ കളക്ടറിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ കോമൺ കളക്ടർ, കോമൺ ബേസ്, കോമൺ എമിറ്റർ അതിന്റെയും കൂടെ ഒരു കമ്പാരിസൺ പഠിക്കുന്ന നല്ലതാണ്. കോൺഫിഗറേഷൻ, ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷന്റെ ഒരു കമ്പാരിസൺ. അപ്പം ഈ ഒരു എമിറ്റർ ഫോളോവർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഇമ്പിഡൻസ് മാച്ചിങ് പർപ്പസിനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ബീറ്റ റിലേഷൻ. ആൽഫ അല്ലെങ്കിൽ ബീറ്റ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ട് മറ്റൊരു വാല്യൂ കണ്ടുപിടിക്കുക. അപ്പം ആ 2 റിലേഷൻസും അറിഞ്ഞിരിക്കണം. ആൽഫ ബീറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. ഒരെണ്ണത്തിൽ നിന്നും അടുത്തത് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബീറ്റയുടെ വാല്യൂ ആണ്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫ. എപ്പോഴും ഓർക്കും ആൽഫയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1. ബീറ്റയുടെ വാല്യൂ നോർമലി ഹൈ ആണ്. ഓൾവേസ് ഒരു റേഞ്ച് പറയുന്നത് 50 to 100 ആണ്. പക്ഷേ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് ആ ഒരു റേഞ്ചിലൊന്നും കിട്ടിയില്ലെങ്കിലും 50 ഒരു ഹയർ വാല്യൂ ആണ്. എന്തായാലും എബവ് 1 ആയിരിക്കും. സോ ഇവിടെ നമ്മളോട് സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ല. സോ ഇല്ലേ, ഇപ്പോ ഞാൻ ഒന്നുകൂടെ ഷെയർ ചെയ്യട്ടെ അത്. ഹലോ, ഹലോ. ഹലോ സർ.
സ്ലൈഡ് ചേഞ്ച് ആവുന്നില്ലെന്ന് ഇപ്പൊ പറഞ്ഞു. 4th ക്വസ്റ്റ്യൻ കാണിക്കുന്നുണ്ട്. അതെ അതെ, അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ അത്? സോ ബീറ്റ ഇസ് ഈക്വൽ ടു ആൽഫ ബൈ 1 മൈനസ് ആൽഫയാണ്. സോ ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ആൽഫ, അല്ലെങ്കിൽ ഇതിനെയാണ് നമ്മൾ ആൽഫ ബീറ്റ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ആൽഫ ടേംസിലും എഴുതാം. ആൽഫ ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആൽഫ ഡിറ്റർമിൻ ചെയ്യാം. സോ ബീറ്റയുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ഇവിടെ ആൽഫ തന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്, റിലേഷൻ അറിഞ്ഞാൽ മാത്രം മതി. ആൽഫയുടെ വാല്യൂ ഞാൻ 0.9 കൊടുക്കുന്നു, 1 മൈനസ് 0.9. സോ 0.9 ബൈ 1 മൈനസ് 0.9, നമുക്ക് 0.9 ബൈ 0.1, that is 9. നമുക്കിവിടെ കിട്ടും ഓപ്ഷൻ എ ആണ്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അത്. ആൽഫ ബീറ്റ റിലേഷൻ അറിഞ്ഞിരുന്നാൽ മതി. ഏത് തന്നാലും നമുക്ക് ഒരു റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് അടുത്ത് സോൾവ് ചെയ്യാവുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വീണ്ടും നമ്മുടെ BJT അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ, BJT തന്നെയാണ് നമ്മൾ മെയിൻലി ഒരു ട്രാൻസിസ്റ്റർ എന്ന് വിളിക്കുമ്പോൾ ഒരു BJT ആണ് നമുക്ക് എടുക്കാവുന്നത്. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ആയായിരുന്നോ? ഇപ്പൊ ഇത് 5 അല്ലേ? അല്ല, 4 തന്നെ കാണിക്കുന്നു. ആണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? ഹലോ, ഇപ്പോഴും 4 തന്നെയാണോ? കാണിക്കുന്നുണ്ട്. ആണോ? ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് ഷെയർ ചെയ്യട്ടെ, ഞാൻ ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ. ഇപ്പൊ 5 എന്നല്ലേ? അതെ അതെ, 5 തന്നെ. ഓക്കെ. സോ നെക്സ്റ്റ് 5th ക്വസ്റ്റ്യൻ ആണ്. വേർ ഷുഡ് ബി ദ ബയസ് പോയിന്റ് സെറ്റ് ഇൻ ഓർഡർ ടു മേക്ക് ട്രാൻസിസ്റ്റർ വർക്ക് ആസ് ആൻ ആംപ്ലിഫയർ? സോ ഇത് നമ്മുടെ BJT റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം BJTയുടെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻസ് എവിടെയൊക്കെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നമുക്ക് ഈ പറഞ്ഞേക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് റീജിയൻസ്. അപ്പൊ അത് നമുക്കറിയാം BJT എന്ന് പറയുന്നത് 2 PN ജംഗ്ഷൻസ് ചേരുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു BJT നമുക്ക് വരച്ചു നോക്കാം. അതിന്റെ സ്ട്രക്ചർ ഒരു NPN അല്ലെങ്കിൽ PNP, 2 ടൈപ്പ് ഉണ്ട്, NPN ആൻഡ് PNP. അപ്പൊ ഞാനിവിടെ NPN വരയ്ക്കുവാണ്, NPN. അപ്പൊ അതിൽ ഇതാണ് എമിറ്റർ, ഇതാണ് ബേസ് ആൻഡ് ഇതാണ് കളക്ടർ. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് 2 ജംഗ്ഷൻസ് കാണാം. 2 ജംഗ്ഷൻ മീൻസ് 2 PN ജംഗ്ഷൻസ്. ഇതാണ് ഒരു ജംഗ്ഷൻ, PN ജംഗ്ഷൻ. അടുത്ത PN ജംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ 2 ജംഗ്ഷൻസ് കാണും. അപ്പൊ നമുക്കിവിടെ ആ ജംഗ്ഷന് ഞാനൊരു പേര് കൊടുക്കുവാണ്. ഇത് ഫസ്റ്റ് NP, ഫസ്റ്റ് N എന്ന് പറയുന്നത് എമിറ്ററും രണ്ടാമത്തെ P എന്ന് പറയുന്നത് ബേസും ആണ്. അപ്പൊ ഞാൻ അതിനെ എമിറ്റർ ബേസ് ജംഗ്ഷൻ അല്ലെങ്കിൽ ബേസ് എമിറ്റർ അങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. സോ എമിറ്റർ ബേസ് ജംഗ്ഷൻ. അടുത്ത PN ജംഗ്ഷൻ കളക്ടർ ബേസ് ആണ്, കളക്ടർ ബേസ്. അപ്പൊ ഇതൊരു ഡയോഡാണ്, അടുത്തത് ഒരു ഡയോഡാണ്. അപ്പൊ 2 ഡയോഡ്സിനെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കണക്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഓരോ ഡയോഡ്സിന് നമ്മൾ പേര് കൊടുത്തു, എമിറ്റർ ബേസ്, അടുത്ത കളക്ടർ ബേസ്. അപ്പൊ നമുക്കറിയാം ഒരു ഡയോഡിനെ നമുക്ക് ഫോർവേഡ് ബയാസ് ചെയ്യാം, റിവേഴ്സ് ബയാസ് ചെയ്യാം. അപ്പം എമിറ്റർ ബേസ് ജംഗ്ഷനെ ഞാൻ ഫോർവേഡ് ബയാസ് ചെയ്യുന്നു, കളക്ടർ ബേസ് ജംഗ്ഷനെ ഞാൻ റിവേഴ്സ് ബയാസ് ചെയ്യുന്നു. അപ്പം ഇതാണ് എന്റെ ഫസ്റ്റ് ജംഗ്ഷൻ, എമിറ്റർ ബേസ്, ആൻഡ് CB മീൻസ് കളക്ടർ ബേസ്. ഞാൻ എന്റെ ഫസ്റ്റ് കോമ്പിനേഷൻ എഴുതുവാണ്. ഒരു ഡയോഡിനെ, ഫസ്റ്റ് ഡയോഡിനെ ഫോർവേഡ് ബയാസും സെക്കൻഡ് ഡയോഡിനെ റിവേഴ്സ് ബയാസും ചെയ്തു. അങ്ങനെ നമുക്ക് 4 രീതിയിൽ ഇതിനെ ബയാസ് ചെയ്യാം. അതായത് ഒരെണ്ണം ഫോർവേഡ് അല്ലെങ്കിൽ റിവേഴ്സ്, അത് വെച്ചിട്ട് ഒരു ഡയോഡിനെ ഫോർവേഡും റിവേഴ്സും ചെയ്യാവുന്ന രീതിയിൽ ഞാൻ ഫസ്റ്റ് ഫോർവേഡ് ചെയ്തു, സെക്കൻഡിനെ റിവേഴ്സ് ചെയ്തു. ദെൻ രണ്ടാമത്തെ കേസിൽ ഞാൻ രണ്ടിനെയും ഞാൻ ഫോർവേഡ് ബയാസ് ചെയ്തു. ഇനി അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് എനിക്ക് രണ്ടിനെയും റിവേഴ്സ് ബയാസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരെണ്ണം റിവേഴ്സ് ബയാസ്, ദെൻ സെക്കൻഡ് വൺ ഫോർവേഡ് ബയാസ്. അപ്പൊ ഇതാണ് നമ്മുടെ 4 രീതികൾ. അതായത് ഇതിനെ എങ്ങനെയൊക്കെ ബയാസ് ചെയ്യാന്നുള്ള 4 മെത്തേഡ്സ് ആണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഈ 4 എണ്ണം വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഏതൊക്കെ റീജിയനിൽ ട്രാൻസിസ്റ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പൊ ഫോർവേഡും റിവേഴ്സും ആണെങ്കിൽ, ഫോർവേഡും റിവേഴ്സ്, അതായത് എമിറ്റർ റീജിയൻ ഫോർവേഡ്, കളക്ടർ റീജിയൻ റിവേഴ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് മോഡ് എന്ന് വിളിക്കും. ആക്റ്റീവ് മോഡ്.
ദെൻ അടുത്തത് രണ്ടും ഫോർവേഡ് ആണെങ്കിൽ അതിനെ സാച്ചുറേഷൻ എന്ന് വിളിക്കും. ദെൻ രണ്ടും റിവേഴ്സ് ആണെങ്കിൽ അതിനെ കട്ട് ഓഫ് എന്ന് വിളിക്കും. ദെൻ റിവേഴ്സ് ഫോർവേഡ്, അതായത് നമ്മൾ ഫസ്റ്റ് വണ്ണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. സോ അതിനെ നമ്മൾ ഇൻവേർട്ട് മോഡ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് ട്രാൻസിസ്റ്ററിന്റെ ഓപ്പറേറ്റിംഗ് മോഡ്സ്. ട്രാൻസിസ്റ്ററിന് ഇത്രയും മോഡിൽ ഓപ്പറേറ്റ് ചെയ്യാം. ഇങ്ങനെ ആക്റ്റീവ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷനെയാണ് നമ്മൾ ആംപ്ലിഫയറിലൊക്കെ യൂസ് ചെയ്യുന്ന ആ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ ആണ്. ദെൻ ഇവിടെ നോക്കുവാണെങ്കിൽ സാച്ചുറേഷൻ കട്ട് ഓഫ്, ഈ ഒരു റീജിയൻ നോക്കുവാണെങ്കിൽ ഇവിടെ രണ്ട് ഡയോഡ്സും ഫോർവേഡ് ബയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ജംഗ്ഷനും ഓൺ ആയി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. ഫുള്ളി ഓൺ എന്ന് വിളിക്കും. അപ്പൊ ഇത് ഓൺ കണ്ടീഷൻ, അടുത്തത് ഓഫ് കണ്ടീഷൻ. അപ്പൊ ജനറലി നമുക്ക് ഇതിനെ ഒരു സ്വിച്ചിങ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സ്വിച്ച് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സാച്ചുറേഷൻ കട്ട് ഓഫ് റീജിയനിലാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. ദെൻ ഇൻവേർട്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മ്യൂട്ട് ആപ്ലിക്കേഷൻ, മ്യൂട്ട് ഓപ്പറേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇതാണ് മ്യൂട്ട് ഓപ്പറേഷൻ, അതായത് ഫസ്റ്റ് എമിറ്റർ ജംഗ്ഷനെ റിവേഴ്സും കളക്ടറിനെ ഫോർവേഡും ചെയ്യുന്ന ഓപ്പറേഷൻ. അപ്പൊ ഇങ്ങനെ ഇതാണ് അതിന്റെ ആപ്ലിക്കേഷൻ. അപ്പൊ ആംപ്ലിഫയർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിനെ ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യിക്കണം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതാണ്, ആക്റ്റീവ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യിക്കണം. അപ്പൊ ആക്റ്റീവ് റീജിയന്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമിറ്റർ റീജിയൻ ഫോർവേഡ് ആൻഡ് കളക്ടർ റീജിയൻ റിവേഴ്സ്. സാച്ചുറേഷൻ്റെതും കട്ട് ഓഫിൻ്റെതും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നത് ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ടാണ്. സ്വിച്ചിങ് ഓപ്പറേഷൻ, ആംപ്ലിഫയർ, ട്രാൻസിസ്റ്റർ ആസ് എൻ ആംപ്ലിഫയർ, സ്വിച്ച്, ഇതെല്ലാം ഈ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ വെച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ അതിൽ ആംപ്ലിഫയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആംപ്ലിഫയർ നമ്മൾ പഠിക്കുന്നുണ്ട്, RC കപ്പിൾഡ് ആംപ്ലിഫയർ. അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ ആണല്ലോ സ്ലൈഡ്? ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. സാറ് സ്ലൈഡ് അല്ല ഷെയർ ചെയ്യുന്നു, സ്ക്രീൻ ക്വസ്റ്റ്യൻ മാറുന്നില്ല. ഇപ്പം 6 ആണോ 5 ആണോ? 5 കാണിക്കണേ. ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു, ഒരു കുറച്ച്. ഇപ്പോഴും 6 തന്നെയാണോ കാണിക്കുന്നത്? ഹലോ, ഇപ്പോഴും 6 ആണോ? 6 അല്ല 5 ആണോ കാണിക്കുന്നത്? ഇപ്പോഴും 5 തന്നെ കാണിക്കണേ. ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പൊ 6 കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അത് ഫുൾ സ്ക്രീനിൽ ഇടുമ്പോഴാണോ മാറാത്തത്? ഇപ്പൊ 6 കാണിക്കുന്നത്. ഇപ്പൊ 7 ആയിട്ടുണ്ട്. അത് ഫുൾ സ്ക്രീനിൽ ഇടുന്നത് കൊണ്ടാണ്. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, ഞാൻ 6 പറയാം. In a Zener regulator, the range in load current produce change in dash. അപ്പോൾ ഇത് നമ്മൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ പഠിച്ചിട്ടുണ്ട്. നമ്മളൊരു DC പവർ സപ്ലൈ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് ലാസ്റ്റ് സ്റ്റേജ് ആണ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. അതായത് ഒരു കോൺസ്റ്റന്റ് DC ഔട്ട്പുട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതാണ് അതിന്റെ ഒരു ഫംഗ്ഷൻ. സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്ലോക്ക് ആണ് ഈ സെനർ റെഗുലേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രം ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സിമ്പിൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സെനർ ഡയോഡ് യൂസ് ചെയ്യുന്നു. സെനർ ഡയോഡ് യൂഷ്വലി ഓപ്പറേറ്റ് ചെയ്യുന്നത് റിവേഴ്സ് ബയാസിലാണ്. സോ ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ വരും RL, ഒരു സീരീസ് റെസിസ്റ്റൻസ് വരും. ഇതാണ് നമ്മുടെ സപ്ലൈ വോൾട്ടേജ്. ഈ ലോഡ് റെസിസ്റ്റൻസ് അക്രോസ് ആണ് നമ്മുടെ ആ ഒരു ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നത്. ദാറ്റ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു VZ.
VZ മീൻസ് ഇതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്. അപ്പൊ ഇതാണ് അതിന്റെ ഒരു സിമ്പിൾ സർക്യൂട്ട് ഡയഗ്രാം. അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ എ സെനർ റെഗുലേറ്റർ ദ ചേഞ്ച് ഇൻ ലോഡ് കറന്റ് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ ഡാഷ്. അപ്പം ലോഡ് കറണ്ട്, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ചേഞ്ചസ് ആണ് വരുന്നത്. ഒന്ന് നമ്മുടെ സപ്ലൈ വോൾട്ടേജ് വേരി ചെയ്യാം, ഒന്നുകിൽ സപ്ലൈ വോൾട്ടേജ് വേരി ചെയ്യാം, അതല്ലെങ്കിൽ ലോഡിന് വേരിയേഷൻ വരാം, RL വേരി ചെയ്യാം. അപ്പം ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് വെച്ചിട്ടാണ്. ലോഡ് റെസിസ്റ്റൻസിന് വേരിയേഷൻ വരുമെന്ന് പറഞ്ഞാൽ ലോഡ് കറണ്ട് വേരി ചെയ്യും. IL ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി IL വിൽ ഓൾസോ ചേഞ്ച്. ഇപ്പൊ VS ചേഞ്ച് ചെയ്താലും RL ചേഞ്ച് ചെയ്താലും, അല്ലെങ്കിൽ RL മീൻസ് RL അല്ലെങ്കിൽ IL, RL IL ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ആണ് R ഉം. സോ ഇപ്പം റെസിസ്റ്റൻസ് കൂടുവാണെങ്കിൽ കറണ്ട് കുറയും, അല്ലെങ്കിൽ കറണ്ട് റെസിസ്റ്റൻസ് കുറയുവാണെങ്കിൽ കറണ്ട് കൂടും. ആ രീതിയിൽ RL ഉം IL ഉം റിലേറ്റഡ് ആണ്. അപ്പം ഇവിടെ ഏത് പാരാമീറ്റർ നമ്മുടെ സപ്ലൈ വോൾട്ടേജിനോ അല്ലെങ്കിൽ ഈ ഒരു ലോഡ് വേരിയേഷനോ ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്ത് പാരാമീറ്റർ ആണ് ഈ ഒരു റെഗുലേറ്ററിനകത്ത് ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സെനർ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അറിഞ്ഞിരിക്കണം. സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അറ്റൈൻ ചെയ്യുമ്പോൾ ആ ഒരു സെനർ കറണ്ട് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. നമ്മൾ അതിനെ VZ അല്ലെങ്കിൽ VBR എന്ന് കൊടുക്കും. അപ്പം സാർ പെൻ യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. ഇല്ലേ, ഈ സർക്യൂട്ട് ഡയഗ്രം ഒന്നും വരച്ചത് കാണാൻ പറ്റുന്നില്ലേ? ഇല്ല സാർ. സാർ സ്ലൈഡ് നീക്കി കഴിയുമ്പോൾ മുകളിലത്തെ സ്ലൈഡിൽ കാണുന്നുണ്ട്, ജസ്റ്റ് റെഡ് കളറിൽ എഴുതിയെന്ന് കാണുന്നുണ്ട്. പക്ഷെ സാറ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അതൊരു ഡിലേ ഉണ്ടെന്ന് തോന്നുന്നു. എന്റെ വോയിസ് ഓക്കെ ആണല്ലോ അല്ലേ? വോയിസ് ശരിയാണ് സാർ. സ്ലൈഡ് ഷെയർ ചെയ്തിട്ടില്ല. അത് സ്ലൈഡ് കാണാൻ പറ്റുന്നു. സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത് ഫോർമാറ്റ് ശരിയില്ല. ഇപ്പൊ അത് കാണാൻ പറ്റുന്നില്ലേ സ്ലൈഡ്? സ്ലൈഡ് കാണാം, പക്ഷെ സ്ലൈഡ് ഷോ ആയിട്ട് വന്നിട്ടില്ല. അതായത് ഒരു സിംഗിൾ സൈഡ് ആയിട്ടല്ല, ആ സൈഡ് ലെഫ്റ്റ് സൈഡിലും ലിസ്റ്റ് കാണുന്നുണ്ട് സ്ലൈഡ്സിന്റെ. എങ്ങനെ ഇപ്പോഴോ? അത് ഞാൻ ഫുൾ സ്ക്രീനിൽ ഇട്ടേക്കുവാണ്. എഴുതിയേക്കുന്നതൊന്നും കാണാൻ പറ്റുന്നില്ലേ സർക്യൂട്ട് ഡയഗ്രം അല്ലാതെ? എഴുതുന്ന സമയത്ത് ഇപ്പൊ കാണാനുണ്ട്, എഴുതുന്ന സമയത്ത് കാണുന്നില്ല. ഇപ്പൊ ഞാനൊന്ന് എന്തെങ്കിലും ഒന്ന് എഴുതാം, അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഞാൻ സെനർ ഡയോഡ് എഴുതുവാണ്, അത് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല സാർ, ഒന്നും കാണുന്നില്ല. ഇല്ല, കാണാൻ പറ്റുന്നില്ല. ഞാൻ ഒന്നുകൂടെ ഒന്ന് ലോഗിൻ ചെയ്തോട്ടെ. ഒന്ന് ലോഗ് ഔട്ട് ചെയ്തിട്ട് ഒന്നുകൂടെ ലോഗിൻ ചെയ്തിട്ടെ കോള്. ഓക്കെ സാർ. ഇപ്പൊ ഓക്കെ ആണോ? യെസ് സാർ. സ്ക്രീനിൽ എഴുതുന്നത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണേ.
ഇപ്പൊ എഴുതുന്ന കാണാമോ? ഓക്കെ. ഓക്കെ. സോ ഇതാണ് സെനർ ഡയോഡ്, ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്ററിന്റെ സർക്യൂട്ട് ഡയഗ്രാം. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സെനർ ഡയോഡ് കാണാം. സെനർ ഡയോഡ് നമ്മുടെ സപ്ലൈ വോൾട്ടേജിന്റെ പാരലായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ദെൻ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്, ദെൻ ഒരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ലോഡ് കറണ്ടിന് ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ എന്ത് പാരാമീറ്റർ ആണ് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 2 പാരാമീറ്റേഴ്സ് ആണ് മെയിൻ ആയിട്ടും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ലോഡ് വേരിയേഷൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ അതാണ് ഇത് RL അല്ലെങ്കിൽ IL. RL വേരിയേഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ IL വേരി ചെയ്യുന്നതാണ്. ഇതിന് അടുത്തത് സോഴ്സ് വോൾട്ടേജിന് അല്ലെങ്കിൽ സപ്ലൈ വോൾട്ടേജിന് വേരിയേഷൻസ് വരാം. ഇപ്പൊ ഈ 2 കേസസ് എടുക്കുവാണെങ്കിൽ ഏത് വേരിയേഷൻ ഉണ്ടായാലും നമ്മളിവിടെ ചേഞ്ച് ചെയ്യുന്ന പാരാമീറ്റർ എന്ന് പറയുന്നത് സെനർ കറണ്ട് ആണ്. അത് നമ്മൾ പറയുന്നത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടാണ്. സെനർ ഡയോഡിന്റെ ഒരു പ്രത്യേകത, അത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ മെക്കാനിസം വെച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ റിവേഴ്സ് കറണ്ട്, ഇതാണ് അതിന്റെ റിവേഴ്സ് വോൾട്ടേജ്. അപ്പൊ നമ്മൾ അത് ആ ഒരു 3rd ക്വാർട്ടറിലാണ് അത് വരയ്ക്കുന്നത്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇനിഷ്യലി ഒരു കോൺസ്റ്റന്റ് റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് ആണ് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യുന്നത്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് എത്തുമ്പോൾ ആ കറണ്ട് സ്റ്റഡി ആയിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. ഒരു സ്റ്റഡി കറണ്ട് നമുക്ക് ഇവിടെ കാണാം. ആ സമയത്ത് നമ്മുടെ സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നോക്കുവാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പം ഈ ഒരു സെനർ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ ഒരു VBR എന്ന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നതാണ് അതിന്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതിനൊരു മിനിമം വാല്യൂ ഉണ്ട്, അതിന് ഞാനിവിടെ IZ മിനിമം എന്നാണ് പറയുന്നത്. ഇതിന്റെ മാക്സിമം വാല്യൂനെ IZ മാക്സ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ IZ മിനിമം തൊട്ട് IZ മാക്സിമം വരെ നമ്മുടെ സെനറിന് അക്രോസ് ഉള്ള വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അതാണ് VZ എന്ന് പറയുന്ന വാല്യൂ കോൺസ്റ്റന്റ് ആണ്. ആ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മുടെ സപ്ലൈ വോൾട്ടേജ് ചേഞ്ച് ചെയ്താലും ലോഡിന് വേരിയേഷൻ ഉണ്ടായാലും നമ്മുടെ സെനറിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത്, അപ്പൊ ഞാനിവിടെ വേരിയേഷൻ ഉണ്ടാവുന്നത് സപ്ലൈ വോൾട്ടേജ് അല്ലെങ്കിൽ VS-ന് വേരിയേഷൻ ഉണ്ടാവും. VS-ന് വേരിയേഷൻ ഉണ്ടായാലും ലോഡിന് അല്ലെങ്കിൽ RL-ന് വേരിയേഷൻ ഉണ്ടായാലും നമ്മുടെ സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് മാറിക്കൊണ്ടിരിക്കും. അതിന് ഒരു മിനിമം, ഇപ്പൊ VS കൂടുമ്പോൾ IZ ചിലപ്പോൾ കൂടാം. അപ്പം അത് നമുക്ക് കറണ്ട് വേരിയേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. IZ മിനിമം തൊട്ട് IZ മാക്സിമം വരെ നമ്മുടെ വോൾട്ടേജ് കോൺസ്റ്റന്റ്. അപ്പൊ അതായത് നമ്മുടെ ലോഡിന് അക്രോസ് കിട്ടുന്ന വാല്യൂ VZ തന്നെ ആയിരിക്കും. അപ്പം VS വേരി ചെയ്താലും സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്, IZ മിനിമം ടു IZ മാക്സിമം. അപ്പൊ നമുക്കത് 2 കേസ് ആയിട്ടൊക്കെ എടുത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ, ഇതെങ്ങനെയാണ് കോൺസ്റ്റന്റ് ആവുന്നുള്ളത്. അപ്പം ഇവിടെ ചേഞ്ച് ചെയ്യുന്നത് സെനർ കറണ്ട് ആണ്, സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കും. അപ്പം ഇതാണ് ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. 7 കാണാൻ പറ്റുമോ? സ്ലൈഡ് മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ട് സർ. ഓക്കെ. സോ ക്ലാമ്പിംഗ്, ക്ലിപ്പിംഗ് ഈ ടോപ്പിക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ക്ലിപ്പിംഗ്, ക്ലാമ്പിംഗ്, നമ്മൾ വേവ് ഫോം ഷേപ്പിംഗ് സർക്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർക്യൂട്ട്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്. അപ്പം ക്ലാമ്പിംഗ് ആൻഡ് ക്ലിപ്പിംഗ്, അപ്പൊ അതൊരു ഡിഫറൻസ് നമ്മൾ നോക്കുവാണെങ്കിൽ, ഞാൻ സർക്യൂട്ടിലെ കൂട്ടൊക്കെ വരുന്നതിന് മുമ്പ് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞ, ഇപ്പൊ ഞാനൊരു ഇൻപുട്ട് സിഗ്നൽ ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ ഇതെനിക്ക് ക്ലിപ്പ് ചെയ്യാം. ക്ലിപ്പിംഗ് ചെയ്യുമ്പോൾ ആ വേവ് ഫോമിന് ഒരു അതിന്റെ ഷേപ്പിൽ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം ഞാനൊരു ക്ലിപ്ഡ് വേവ് ഫോം വരയ്ക്കുവാണ്. ഇതാണ് ഒരു ക്ലിപ്ഡ് വേവ് ഫോം, ഒരു പോസിറ്റീവ് ക്ലിപ്പർ ഔട്ട്പുട്ട് ആണ് ഞാൻ വരച്ചത്. അതായത് എന്റെ പോസിറ്റീവ് ഹാഫ് ക്ലിപ്പ് ചെയ്ത് പോയേക്കുവാണ്. ദെൻ അതേപോലെ തന്നെ ഈ ഇൻപുട്ട് വേവ് ഫോമിന്റെ നെഗറ്റീവ് ഹാഫ് നമുക്ക് ക്ലിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ 2 ഹാഫ് സൈക്കിളും ക്ലിപ്പ് ചെയ്യാം. അപ്പൊ അങ്ങനെ ബേസ് ചെയ്ത് നമ്മുടെ ക്ലിപ്പിംഗ് സർക്യൂട്ടിനെ നമ്മൾ പോസിറ്റീവ് ക്ലിപ്പ്, ദെൻ നെഗറ്റീവ് ക്ലിപ്പ്, ദെൻ ഇതിനകത്ത് ഈ സിമ്പിൾ പോസിറ്റീവ് നെഗറ്റീവ് ക്ലിപ്പേഴ്സിനകത്ത് നമുക്ക് ബയാസിങ് യൂസ് ചെയ്യാം. അതായത് ഒരു +5 വോൾട്ട് അല്ലെങ്കിൽ -5 വോൾട്ട് കൂടെ യൂസ് ചെയ്ത് ക്ലിപ്പ് ചെയ്യാം. അതായത് നമുക്ക് ക്ലിപ്പിംഗ് ലെവൽ നമുക്ക് തന്നെ ഡിറ്റർമിൻ ചെയ്യാം. അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്ലിപ്പിംഗ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ബയാസ്ഡ് ക്ലിപ്പേഴ്സ് എന്നൊക്കെ പറയും. പോസിറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് ക്ലിപ്പർ, ബയാസ്ഡ് ക്ലിപ്പേഴ്സ്. ദെൻ അതുപോലെ തന്നെ ഡബിൾ ക്ലിപ്പർ പഠിച്ചിട്ടുണ്ട്. ഡബിൾ ക്ലിപ്പർ അതായത് പോസിറ്റീവ് ഹാഫിൽ നിന്നും നെഗറ്റീവ് ഹാഫിൽ നിന്നും നമുക്ക് ക്ലിപ്പ് ചെയ്യാം. 2 സൈഡിലും ക്ലിപ്പിംഗ് വരുന്നതാണ് പോസിറ്റീവ് ഡബിൾ ക്ലിപ്പേഴ്സ്. ദെൻ സ്ലൈസർ, അതും ഒരു ടൈപ്പ് ഓഫ് ഡബിൾ ക്ലിപ്പർ ആണ്. അതായത് അതിനകത്തൊരു പോസിറ്റീവ് ക്ലിപ്പറും നെഗറ്റീവ് ക്ലിപ്പറും വരും. പക്ഷെ സ്ലൈസർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിൽ നിന്നായിരിക്കും അത് ക്ലിപ്പായി പോകുന്നത്.
അപ്പം അതിന്റെ സ്ലൈസറിന്റെ ഒക്കെ വേവ് ഫോം നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിളിലായിരിക്കും അത് നിൽക്കുന്നത്, ഒരു ക്ലിപ്പ് ലെവൽസ് എന്ന് പറയുന്നത്. അതായത് either +5 അല്ലെങ്കിൽ either -5 അല്ലെങ്കിൽ either +3 അല്ലെങ്കിൽ -3 ഏതെങ്കിലും ഒരു ഹാഫ് സൈക്കിൾ വെച്ചിട്ടാണ് സ്ലൈസേഴ്സ് പറയുന്നത്. ഡബിൾ ക്ലിപ്പർ എന്ന് പറയുമ്പോൾ ക്ലിപ്പിംഗ് ലെവൽ എന്ന് പറയുന്നത് +3 അല്ലെങ്കിൽ -3, അതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻ വരും ഇതുപോലെ രണ്ട് സൈഡിലും. അതായത് ഒരിടത്ത് +3 അടുത്തത് -3. ഇതെന്ന് പറയുമ്പോൾ രണ്ടും +5 +3 രണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് -5 -3. അതാണ് സ്ലൈസർ എന്ന് പറയുന്നത്. ഇതിന് സ്ലൈസർ എന്നും +3 -3 വരുന്ന കേസസ് ആണെങ്കിൽ അത് നമുക്ക് ഡബിൾ ക്ലിപ്പേഴ്സ് എന്നും പറയാം. അപ്പൊ അങ്ങനെ പല ടൈപ്പ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പം അതിലേക്കൊന്നും പോകുന്നില്ല. ക്ലാമ്പിംഗ് എന്ന് പറയുമ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ ഒരു AC സിഗ്നലിന്റെ കൂടെ ആ ഒരു DC ലെവലിൽ ഉണ്ടാവുന്ന ഒരു ഷിഫ്റ്റ്. അതായത് ഇപ്പൊ ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിന്റെ DC ലെവൽ എന്ന് പറയുന്നത് ഈ 0-യിലാണ്. അതിനകത്തൊരു AC ശരിക്കും ആഡ് ആവുകയാണ്. അപ്പം ഒരു AC ആഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊരു 5 വോൾട്ട് DC കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പോൾ അതിന്റെ DC ലെവൽ എന്ന് പറയുന്നത് 5 വോൾട്ട് ആണെങ്കിൽ നമുക്ക് ആ സിഗ്നൽ ഇങ്ങനെ വരയ്ക്കാം. ഇതൊരു പോസിറ്റീവ് ക്ലാമ്പർ ആണ്. 0-യിൽ നിന്നും ആ 5 വോൾട്ട് DCയിലേക്ക് അത് ക്ലാമ്പ് ചെയ്ത് പോയേക്കുവാണ്. അപ്പം ഇതാണ് നമ്മുടെ ക്ലാമ്പിംഗ് സർക്യൂട്ട്സ്. അതിനകത്ത് ഇതേപോലെ തന്നെ പോസിറ്റീവ് ക്ലാമ്പിംഗ് ഉണ്ട്, നെഗറ്റീവ് ക്ലാമ്പിംഗ് ഉണ്ട്, ഈവൻ ബയാസ്ഡ് ക്ലാമ്പിംഗ് ഉണ്ട്. സോ അങ്ങനെ നമുക്ക് ക്ലിപ്പേഴ്സ് ആൻഡ് ക്ലാമ്പേഴ്സ് ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് സർക്യൂട്ട്സ് നമ്മൾ അനലോഗ് സർക്യൂട്ട്സിനകത്ത് പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ക്ലാമ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എ DC ലെവൽ ടു ആൻ AC ലെവൽ. അതാണ്. അപ്പൊ അത് ശരിക്കും ഒരു DC ലെവലിനെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ AC സിഗ്നലിനകത്തോട്ട്. സോ ഇതാണ് നമ്മുടെ ഓപ്ഷൻ B ആണ് ഇതിനകത്ത് കറക്റ്റ് ആൻസർ. നമ്മൾ ഒരു പോസിറ്റീവ് ക്ലാമ്പർ ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിന്റെ സർക്യൂട്ട് വരയ്ക്കുവാണെങ്കിൽ ഒരു സിമ്പിൾ പോസിറ്റീവ് ക്ലാമ്പർ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ആണ് ആ ഒരു ക്ലാമ്പിങ്ങിന് സഹായിക്കുന്ന ആ ഒരു എലമെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ കപ്പാസിറ്റർ ആണ്. പോസിറ്റീവ് ക്ലാമ്പർ വരയ്ക്കുമ്പോൾ നമ്മൾ ഡയോഡ് ഇങ്ങനെ തിരിച്ചാണ് വരയ്ക്കുന്നത്. ഇതാണ് പോസിറ്റീവ് ക്ലാമ്പർ. ഇതിനെ ക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഒരു സിമ്പിൾ പോസിറ്റീവ് ക്ലാമ്പർ ആണ്. അപ്പം ഇവിടെ ഇതാണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. ഇപ്പം പോസിറ്റീവ് ക്ലാമ്പറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പാസിറ്റർ ഒരു പോളറൈസ്ഡ് കപ്പാസിറ്റർ ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് കപ്പാസിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഈ സൈഡ് പ്ലസും ഈ സൈഡ് മൈനസും ആയിരിക്കും. ഇനി നമ്മളൊരു നെഗറ്റീവ് ക്ലാമ്പർ ആണ് വരയ്ക്കുന്നതെങ്കിൽ ഈ ഡയോഡ് തിരിച്ചു കൊടുക്കുക, തിരിച്ച് കണക്ട് ചെയ്യുക. ഇതൊരു പോസിറ്റീവ് ക്ലാമ്പർ ആണ്. അപ്പം ഡയോഡിനെ തിരിച്ച് കണക്ട് ചെയ്യുക നെഗറ്റീവ് ക്ലാമ്പർ ആണെങ്കിൽ കപ്പാസിറ്ററിന്റെ പൊളാരിറ്റിയും തിരിയും, മൈനസും പ്ലസും. അപ്പൊ ഈ പൊളാരിറ്റി ഒക്കെ നമ്മൾ പറയുന്നത് ഇതിന്റെ വർക്കിംഗ് ബേസ് ചെയ്തിട്ടാണ്. അതായത് നമ്മുടെ ഒരു ഡയോഡ് ഫോർവേഡ് ബയസ് ആവുന്നതും റിവേഴ്സ് ബയസ് ആവുന്നതും അനുസരിച്ചിട്ടാണ് ഇതിന്റെ വർക്കിംഗ് പറയുന്നത്. അതായത് ആ DC ലെവൽ ഇതിനകത്തോട്ട് ആഡ് ആവുന്നതൊക്കെ അത് ബേസ് ചെയ്തിട്ടാണ്. അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഡയോഡ് റിവേഴ്സ് ബയസ് ആയിരിക്കും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ഇത് ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഫോർവേഡ് ബയസ് സമയത്ത് ഇത് ഷോർട്ട് സർക്യൂട്ട് ആവും. അങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് ഒക്കെ പോകുന്നത്. നമ്മൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. സോ നമുക്ക് DC ലെവൽ ഇവിടെ ആഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് ശരിക്കും ക്ലാമ്പിംഗ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കുക എന്താണ് ക്ലിപ്പിംഗ് ക്ലാമ്പിംഗ് എന്നൊക്കെ ഉള്ളത് നോക്കുക. അതിന്റെ വേവ് ഫോം ഒക്കെ എങ്ങനെ വരും എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതിനൊക്കെ കുറച്ച് ട്രിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ട്രിക്സ്, പല രീതിയിലുള്ള ട്രിക്സ് ഉണ്ട് അത് കണ്ടുപിടിക്കാനുള്ളത്. അത് പഠിക്കാവുന്നേ ഉള്ളൂ. ഇതാണ് ക്ലാമ്പിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഫീഡ്ബാക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഓസിലേറ്റർ കേസിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നു, ആംപ്ലിഫയറിന്റെ കേസിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നു. അപ്പൊ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഒരു വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്കും വിത്ത് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫീഡ്ബാക്ക് ഫാക്ടർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പോസിറ്റീവ് ഫീഡ്ബാക്കിന്റെയും നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഒക്കെ ഇക്വേഷൻസും കാര്യങ്ങളും അറിയാം. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോക്കുക, ആംപ്ലിഫയറിന്റെ കേസിലാണ്. വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിത്തൗട്ട് ഫീഡ്ബാക്ക് ഞാൻ A ആയിട്ട് കൺസിഡർ ചെയ്യുകയാണ്. ആ ഗെയിൻ നമ്മൾ യൂഷ്വലി ആംപ്ലിഫയറിന്റെ ഗെയിൻ ഒക്കെ നമ്മൾ ഗെയിൻ റെപ്രസെന്റ് ചെയ്യുന്നത് A എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടാണ്. അപ്പം വിത്തൗട്ട് ഫീഡ്ബാക്ക് ഞാൻ A 60 dB ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ് ഡിക്രീസസ് ടു 40 dB വിത്ത് ഫീഡ്ബാക്ക്.
ഇത് വലിയ പ്രോബ്ലം ഒന്നും അല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഡിക്രീസസ് ടു 40 dB, അതായത് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ഗെയിൻ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 40 dB. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫീഡ്ബാക്ക് ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇതിന്റെ ഓവറോൾ ഗെയിൻ്റെ ഒരു ഫോർമുല നമുക്കറിയാം. ഗെയിൻ വിത്ത് ഫീഡ്ബാക്ക് AF is equal to A by 1 plus A beta. അപ്പം ഇതാണ് ആ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ കേസിലുള്ള ഓവറോൾ ഗെയിൻ്റെ ഇക്വേഷൻ. ഫീഡ്ബാക്ക് കൂടെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ലൂപ്പിന്റെ ഗെയിൻ ആണിത്. അത് പോസിറ്റീവ് അല്ലെങ്കിൽ ഓസിലേറ്റർ ഒക്കെ പോസിറ്റീവ് ഫീഡ്ബാക്കിലാണ് വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് വരുമ്പോൾ നമ്മൾ 1 minus A beta ആ ഒരു ചേഞ്ച് ആണ് വരുന്നത്, 1 minus A beta. അപ്പൊ നമ്മൾ ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെൻസിറ്റിവിറ്റി ഫാക്ടർ എന്നൊക്കെ പറഞ്ഞ് ഈ ഇതിനകത്ത് ഫീഡ്ബാക്കിനകത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഈ ഓവറോൾ ഗെയിൻ ഇക്വേഷനും ഒക്കെ. അപ്പൊ അതൊന്ന് റിവൈസ് ചെയ്യുക. അപ്പം AF is equal to A by 1 plus A beta. ഇവിടെ A ഞാൻ പറഞ്ഞു ഫീഡ്ബാക്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള ഗെയിൻ ആണ്. സോ അത് 60 ആണ്. 60 by 1 plus 60 ബീറ്റ. ബീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഫീഡ്ബാക്ക് ഫാക്ടർ മീൻസ് ഇപ്പൊ ആംപ്ലിഫയർ ഇത് ആ ഒരു ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ആണെങ്കിൽ ആ ബീറ്റ എന്ന് പറയുന്നത് ഇതാണ്, ആ ഫീഡ്ബാക്ക് ഫാക്ടർ, അതാണ് ബീറ്റ. ഇവിടെ AFന്റെ വാല്യൂ തന്നിട്ടുണ്ട്, അതാണ് 40. ബീറ്റ കണ്ടുപിടിക്കുക വളരെ എളുപ്പമാണ്. അപ്പം ഇതിൽ നിന്നും സോൾവ് ചെയ്യുക ബീറ്റയുടെ വാല്യൂ. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് കിട്ടുന്നത്, 0.00833. അതാണ് നമ്മുടെ ബീറ്റയുടെ വാല്യൂ. ബീറ്റ ഈസ് ഈക്വൽ ടു 0.0083. ഇതാണ് ഫീഡ്ബാക്ക് ഫാക്ടറിന്റെ വാല്യൂ. അപ്പം ഈ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഏതാണ് തന്നേക്കുന്നത് എന്നുള്ളത് നോക്കുക, അത് വെച്ചിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ഇത് നമ്മുടെ സിലബസിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. നമുക്ക് നമ്മളിപ്പോൾ ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ പഠിക്കും. അപ്പോൾ ഇപ്പോഴും മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു ബേസിക് RC കപ്പിൾഡ് ആംപ്ലിഫയർ എന്താണെന്ന് നോക്കുക. ആ ഒരു സർക്യൂട്ട് പഠിച്ചതിന് ശേഷമേ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിനെ കുറിച്ചൊക്കെ പഠിക്കാവുള്ളൂ. കാരണം ആ ഒരു ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസും അതിൻ്റെ അകത്തുള്ള കമ്പോണൻസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മൾട്ടി സ്റ്റേജിലേക്ക് പോവാം. അപ്പൊ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിനകത്ത് അതിന്റെ ഇനിഷ്യൽ സ്റ്റേജ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിന്റെ. അതായത് നമുക്ക് RC കപ്പിൾഡ്, അതായത് നമ്മൾ എങ്ങനെയാണോ അത് കപ്പിൾ ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ കപ്ലിംഗ്, RC കപ്ലിംഗ്, ട്രാൻസ്ഫോമർ കപ്ലിംഗ്, ദെൻ അതേപോലെ തന്നെ ഡയറക്റ്റ് കപ്പിൾഡ്, ദെൻ അതുപോലെ തന്നെ ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ്. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോകുന്നത്. ഇപ്പൊ RC കപ്പിൾഡിനകത്താണെങ്കിൽ ഇപ്പൊ നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ മീൻസ് ഒരു ആംപ്ലിഫയർ വിത്ത് ഗെയിൻ A1, നെക്സ്റ്റ് അനദർ ആംപ്ലിഫയർ വിത്ത് ഗെയിൻ A2, ഇങ്ങനെ കണക്ട് ചെയ്ത് പോവാണ്. അപ്പൊ ഇതിന്റെ ഓവറോൾ ഗെയിൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. A1 ഇൻറ്റു, ഇതൊരു ക്വസ്റ്റ്യൻ ആണ്, A1 ഇൻറ്റു A2 ഇൻറ്റു A3 എക്സെട്ര എത്ര എണ്ണം ഉണ്ടോ അതിന്റെ എല്ലാം കൂടെ ഗെയിൻ തമ്മിൽ അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അത് നമുക്ക് പലതവണ PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഓവറോൾ ഗെയിൻ എങ്ങനെയാണ്, ഇപ്പം A1 A2 A3 അങ്ങനെ കുറെ ആംപ്ലിഫയേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്തേക്കുവാണെങ്കിൽ അതിന്റെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആയിരിക്കും. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയാം. അവിടെ ലോഡിങ് എഫക്റ്റിന്റെ ഒരു പ്രശ്നമുണ്ട്, അതും നമ്മളവിടെ കൺസിഡർ ചെയ്യണം, ലോഡിങ് എഫക്റ്റ്. അപ്പൊ അത് ഞാൻ അടുത്ത ആ ഒരു ഒബ്ജക്റ്റീവ് വരുമ്പോൾ ഞാൻ അതവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഇവിടെ നോർമലി നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ആയിരിക്കും. അതൊന്ന് അറിഞ്ഞിരിക്കണം. ദെൻ മെയിൻ ആയിട്ട് അടുത്ത അറിഞ്ഞിരിക്കേണ്ടത് ഇത് തന്നെയാണ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനകത്ത് നമ്മുടെ അതിന്റെ ക്ലാസിഫിക്കേഷൻ RC, ട്രാൻസ്ഫോമർ, ഡയറക്റ്റ് കപ്പിൾഡ് ആൻഡ് ട്യൂൺഡ് ആംപ്ലിഫയർ. RC സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു റെസിസ്റ്റർ കപ്പാസിറ്റർ ആണ് അവിടെ കപ്ലിംഗ് സ്റ്റേജ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു ആംപ്ലിഫയറിൽ നിന്നും ഇവിടുന്ന് A2ലേക്ക്, അല്ലെങ്കിൽ A1 എന്ന് പറയുന്ന ഒരു RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ A1ൽ നിന്ന് A2ലേക്ക് നമ്മൾ അത് കപ്പിൾ ചെയ്ത് കൊടുക്കുന്നത് ഒരു RC നെറ്റ്വർക്ക് വെച്ചിട്ടാണ്. ദെൻ അതിന് പകരം നമുക്ക് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് കപ്പിൾ ചെയ്യാം, ട്യൂൺഡ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാം. ട്യൂൺഡ് ആംപ്ലിഫയേഴ്സിനകത്ത് ഒരു RC അല്ലെങ്കിൽ ഒരു LC ട്യൂൺഡ് സർക്യൂട്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ്
ആ ഒരു സ്ട്രക്ചറിനകത്ത് വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഇനി മെയിൻ ആയിട്ടും ഇവിടെ അതിനെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കണം. എന്താണ് ആർ സി കപ്പിൾഡ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഡയറക്റ്റ് കപ്പിൾഡ്, ഇതിനകത്ത് നിന്നൊക്കെ മെയിൻ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ആർ സി എന്ന് പറയുന്നത്, ആർ സി കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിനകത്ത് അത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ ആർ സി കപ്പിൾഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതിനെ ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് എന്ന് പറയാം. വൈഡ്ലി യൂസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്, ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ബെറ്റർ ആണ്, ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. അപ്പം ഇത് മൂന്നും ആർ സി റിലേറ്റ് ചെയ്തിട്ട് അറിഞ്ഞിരിക്കണം. ദെൻ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ട്രാൻസ്ഫോമർ കപ്പിൾഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇംപിഡൻസ് മാച്ചിങ് ആണ്. ഇംപിഡൻസ് മാച്ചിങ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് ട്രാൻസ്ഫോമർ കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ അതേപോലെ തന്നെ ഡയറക്റ്റ് കപ്പിൾഡ്, ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഡയറക്റ്റ് കപ്പിൾഡ് അല്ലെങ്കിൽ അതിന്റെ യൂസ് ആണ്, ഇത് യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈൻ ആണ്. ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഡി സി സിഗ്നൽസ് അല്ലെങ്കിൽ ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് ഡയറക്റ്റ് കപ്പിൾഡ് യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത്. ട്യൂൺഡ് ആംപ്ലിഫയറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സർക്യൂട്ട് ട്യൂൺഡ് സർക്യൂട്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ആർ സി അല്ലെങ്കിൽ എൽ സി നെറ്റ്വർക്ക് ആയിരിക്കും. അപ്പൊ ഈ പോയിന്റുകളൊക്കെ ഇതിനകത്തുനിന്ന് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻ ദ ഇനിഷ്യൽ സ്റ്റേജസ് ഓഫ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ആർ സി കപ്ലിംഗ് തന്നെയാണ്. അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. ദ ടോട്ടൽ ഗെയിൻ ഓഫ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ഈസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻസ് ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ് ഡ്യൂ ടു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഇങ്ങനെ കുറെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ A1, A2, A3 ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞു. അവിടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ലോഡിംഗ് എഫക്റ്റ്. അപ്പൊ ഇതിന്റെ ആൻസർ the overall gain എന്ന് പറയുന്നത് it is less than the product of A1 into A2 into A3 കാട്ടി വളരെ ആ കിട്ടുന്ന വാല്യൂനെ കാട്ടി കുറവായിരിക്കും. അതിന്റെ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിംഗ് എഫക്റ്റ് ആണ്. അപ്പൊ ലോഡിംഗ് എഫക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം അതിന്റെ ഗെയിൻ എന്ന് പറയുന്നത് A1 into A2 into A3 ആണ്. അപ്പൊ യൂഷ്വലി ഗെയിൻ മെഷർ ചെയ്യുന്നത് പ്രോഡക്റ്റ് ആയിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇത് മൂന്നിനെയും കൂടെ ഇക്വലന്റ് ആയിട്ട് A1, A2, A3 എന്ന് പറയാം. പക്ഷെ അവിടെ ലോഡിംഗ് എഫക്റ്റും കൂടെ കൺസിഡർ ചെയ്താൽ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ ലെസർ വാല്യൂ. അപ്പം ഇതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ലോഡിംഗ് എഫക്റ്റ് ആണ് അതിന്റെ റീസൺ. കാരണം നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ കണക്ഷൻ അറിയാം. ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് അടുത്ത സ്റ്റേജിന്റെ ഇൻപുട്ടിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അവിടെ ആ ഒരു ഇമ്പിഡൻസിനകത്തുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇതിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ഇതിന്റെ ഇൻപുട്ട് റെസിസ്റ്റൻസിലേക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ ശരിക്കും ഒരു വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് നമ്മുടെ ഇതിന്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഇതിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് സെക്കൻഡ് ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് പ്രീവിയസ് ആംപ്ലിഫയറിന്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യും. അപ്പം അവിടെ ഒരു വോൾട്ടേജ് ഡിവിഷൻ അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ റെസിസ്റ്റർ പോലെ അത് ആക്ട് ചെയ്യും. സോ അതാണ് ലോഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് കൺസിഡർ ചെയ്യാതിരുന്നാൽ നമുക്ക് പറയാം A1, A2, A3 ആ ഒരു പ്രോഡക്റ്റിന് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ അത് ഇറ്റ് വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ് ഓഫ് ഗെയിൻ ഓഫ് ഇൻഡിവിജ്വൽ സ്റ്റേജസ്. ലോഡിംഗ് എഫക്റ്റ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓസിലേറ്റർ യൂസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരത്തെ ഒരു LC ഓസിലേറ്ററിന്റെ കാര്യം പറഞ്ഞു. LC ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? LC ഓസിലേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹാർട്ട്ലി, കോൾപിറ്റ്, അതേപോലെ തന്നെ ക്ലാപ്പ്, ഇതൊക്കെയാണ് LC ഓസിലേറ്റേഴ്സ് ആയിട്ട് പഠിച്ചത്. ദെൻ നമ്മൾ RC ഓസിലേറ്റേഴ്സിനകത്ത് വരുന്നതാണ് നമ്മുടെ RC ഫേസ് ഷിഫ്റ്റ്, അതേപോലെ തന്നെ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സ് ഒക്കെ. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, അതേപോലെ തന്നെ വീൻ ബ്രിഡ്ജ്. അപ്പം ഇത് എല്ലാം
നമ്മുടെ ലോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഓഡിയോ ഫ്രീക്വൻസി ഓസിലേറ്റേഴ്സ് ആണ്. പക്ഷേ മോസ്റ്റ് യൂസ്ഡ് ഓഡിയോ ഫ്രീക്വൻസി ജനറേഷൻ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് വീൻ ബ്രിഡ്ജ് തന്നെയാണ്. അപ്പൊ അതിന് കുറച്ച് റീസൺ, അല്ലെങ്കിൽ അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഓഡിയോ ഫ്രീക്വൻസി അതായത് കുറച്ച് എന്താ പറയുക, കുറച്ചുകൂടി സ്റ്റേബിൾ ആണ്. നമ്മൾ RC കാട്ടി കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഓസിലേറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിന് നമുക്കൊരു വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വീൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് നമ്മൾ RC കാട്ടി കമ്പയർ ചെയ്യുമ്പോൾ വൈഡ് ഫ്രീക്വൻസി റേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഓസിലേറ്റർ വീൻ ബ്രിഡ്ജ് തന്നെയാണ്. അപ്പൊ രണ്ടും ലോ ഫ്രീക്വൻസിയിലാണെങ്കിലും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് മെത്തേഡ് ഫോർ ജനറേറ്റിംഗ് ഓഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വീൻ ബ്രിഡ്ജ് തന്നെയാണ്. അപ്പം ബിക്കോസ് അതിന്റെ റീസൺ ഇതാണ്, ഇറ്റ് പ്രൊവൈഡ്സ് എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസി. ദെൻ ഇതിന്റെ റേഞ്ച് പറയുന്നത് 20 ഹെർട്സ് ടു 20 കിലോ ഹെർട്സ് ആണ് ഇതിന്റെ ഒരു റേഞ്ച് പറയുന്നത്, ഫ്രീക്വൻസി റേഞ്ച്. അപ്പം ഇതാണ് നമ്മുടെ ആൻസർ, ജനറേറ്റിംഗ് ഓഡിയോ ഫ്രീക്വൻസി. അപ്പൊ നമ്മൾ ഹാർട്ട്ലിയെ കുറിച്ച് മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു. LC ഓസിലേറ്റേഴ്സിനകത്ത് പറഞ്ഞിരുന്നു റേഡിയോ റിസീവേഴ്സിനകത്ത് യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ ആണ്. അതേപോലെ തന്നെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഓഡിയോ ഫ്രീക്വൻസി ജനറേഷൻ യൂസ് ചെയ്യുന്നത് വീൻ ബ്രിഡ്ജും ആണ്. പിന്നെ അതേപോലെ വീൻ ബ്രിഡ്ജും RCയും നമ്മൾ ഓപ്പാമ്പ് യൂസ് ചെയ്തിട്ടൊക്കെ ഇതിന്റെ സർക്യൂട്ട് പഠിക്കുന്നുണ്ട്. ട്രാൻസിസ്റ്റർ വെച്ചിട്ടും വീൻ ബ്രിഡ്ജ്, അതേപോലെ തന്നെ RC നമുക്ക് ഓപ്പാമ്പ് വെച്ചിട്ടും നമുക്ക് പറയാം. അപ്പൊ അതിന്റെ ഫേസ് ഷിഫ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ വീൻ ബ്രിഡ്ജ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു RC പാരലൽ ആയിട്ടും ഒരു RC സീരീസ് ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ അവിടെ ഫീഡ്ബാക്കിൽ ഫേസ് ചേഞ്ച് ഒന്നുമില്ല, 0 ഡിഗ്രി ഫേസ് ചേഞ്ച് ആണ്. അതുപോലെ തന്നെ ഓപ്പാമ്പ് വെച്ചിട്ടുള്ളത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ആംപ്ലിഫയർ, ഇപ്പൊ നമുക്ക് ഒരു ഓസിലേറ്ററിനകത്ത് ആംപ്ലിഫയറും കാണും, ഫീഡ്ബാക്ക് നെറ്റ്വർക്കും കാണും. അപ്പൊ ഈ ആംപ്ലിഫയർ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വീൻ ബ്രിഡ്ജിനകത്ത്. ഫീഡ്ബാക്ക് നെറ്റ്വർക്കും 0 ഡിഗ്രി ആണ്. അപ്പൊ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും 0 ഡിഗ്രി ആണ് വീൻ ബ്രിഡ്ജിന്റെ കേസിൽ. കാരണം ഫീഡ്ബാക്ക് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് ഒരു RC പാരലൽ ആയിട്ടും ഒരെണ്ണം സീരീസ് ആയിട്ടുമാണ്. അപ്പൊ അവിടുത്തെ നെറ്റ് ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. പിന്നെ ആംപ്ലിഫയർ ഓപ്പാമ്പ് ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് RC കൺസിഡർ ചെയ്യുവാണെങ്കിൽ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനകത്ത് ആംപ്ലിഫയർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ദെൻ നമ്മുടെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് അത് നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിനകത്ത് അല്ലെങ്കിൽ ഓപ്പാമ്പ് വെച്ചിട്ടുള്ളതിനകത്തൊക്കെ നമ്മൾ 3 RC എലമെന്റ്സ് ആണ് യൂസ് ചെയ്യുന്നത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി. ഓരോ RCയും 60 ഡിഗ്രിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് 180 ഡിഗ്രിയും ആംപ്ലിഫയർ 180 ഡിഗ്രിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ട്രാൻസിസ്റ്റർ വെച്ചിട്ടുള്ള ഓസിലേറ്റർ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണെങ്കിൽ അവിടെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നത് കോമൺ എമിറ്റർ ആംപ്ലിഫയർ ആണ്. കോമൺ എമിറ്റർ ആംപ്ലിഫയറിന്റെ പ്രത്യേകത അറിയാം, അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി ഓപ്പാമ്പ് ബേസ് ചെയ്തിട്ടുള്ള RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ ആണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഇൻവേർട്ടിംഗ് മോഡ് ആംപ്ലിഫയർ ആണ്, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. അത് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. വീൻ ബ്രിഡ്ജിനകത്താണെങ്കിൽ ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യും. സോ ഇതാണ് ശരിക്കും ആ ഒരു വീൻ ബ്രിഡ്ജ് RC ഡിഫറൻസ്. അതുകൂടാതെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇത് തന്നെയാണ്, ഓഡിയോ ഫ്രീക്വൻസി ജനറേഷൻ ഉപയോഗിക്കുന്നത് വീൻ ബ്രിഡ്ജ് ആണ്. നെക്സ്റ്റ് നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് IGBT, ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. അപ്പൊ ഈ പേര് കേൾക്കുമ്പോഴേ ഓർത്തോണം IGBT. അപ്പൊ ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോസ്ഫെറ്റ് ആൻഡ് BJT. BJTയുടെയും മോസ്ഫെറ്റിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ മോസ്ഫെറ്റും BJT നമ്മൾ ഡിഫറൻസ് ഒക്കെ പറഞ്ഞിരുന്നു. ഇവിടെ നമ്മൾ ശരിക്കും BJT മോസ്ഫെറ്റിന്റെയും BJTയുടെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു IGBT. IGBTയുടെ ഫുൾ ഫോം ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. അപ്പൊ പേര് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലായി ബൈപോളാർ ഗേറ്റ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്, ബൈപോളാർ ട്രാൻസിസ്റ്റർ. സോ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മോസ്ഫെറ്റ് ആൻഡ് BJT. അപ്പൊ ഇവിടെ നമ്മൾ ഈ IGBT നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ BJT ആയിട്ട് ഉള്ള ഒരു കമ്പാരിസൺ എപ്പോഴും അറിഞ്ഞിരിക്കണം. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊരു 3 ടെർമിനൽ ഡിവൈസ് ആണ്. ഇതിനകത്തും ഗേറ്റ് ഉണ്ട്, ദെൻ എമിറ്റർ ഉണ്ട്, കളക്ടർ ഉണ്ട്.
ഞാൻ ഓൾറെഡി മോസ്ഫെറ്റിന്റെയും ബി ജെ ടിയുടെയും കൂടെ എന്താണ് കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞു. ബി ജെ ടിക്കകത്ത് എമിറ്റർ, ബേസ്, കളക്ടർ ആണ് ടെർമിനൽസ് എങ്കിൽ ഇതിനകത്ത് ഗേറ്റ്, സോഴ്സ്, ഡ്രെയിൻ ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനകത്ത് ഗേറ്റ് എടുക്കും, ഇതിനകത്ത് എമിറ്റർ എടുക്കും, കളക്ടർ എടുക്കും. അപ്പം ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് ഇതിന്റെ ടെർമിനൽസ്, ഗേറ്റ്, എമിറ്റർ ആൻഡ് കളക്ടർ. അപ്പം IGBT. ഇനി ഇതിന്റെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു BJT ആയിട്ടുള്ള ആ ഒരു കമ്പാരിസൺ ഒന്ന് അറിഞ്ഞിരിക്കണം. അതിൽ വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒന്നാമത്തെ ഒരു കമ്പാരിസൺ ഇതാണ്, ഇതിന്റെ സ്വിച്ചിങ് ലോസസ് ഒക്കെ കുറവായിരിക്കും. ഇറ്റ് ഹാസ് ലോവർ സ്വിച്ചിങ് ലോസസ്, ആണ്. ദെൻ അതുപോലെ തന്നെ ലോവർ കണ്ടക്ഷൻ ലോസസ് ആയിരിക്കും, ലോവർ കണ്ടക്ഷൻ BJT കണ്ടക്ഷൻ ലോസസ്. ദെൻ അടുത്തത് ലോ ഓൺ സ്റ്റേറ്റ് വോൾട്ടേജ്, BJT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാസ്റ്റ് സ്വിച്ചിങ് വളരെ ഫാസ്റ്റ് ആണ്. BJT ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ലോ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്സ്, ലോവർ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെന്റ്സ്. അപ്പം ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും അത് തന്നെയാണ്. ഇവിടെ സ്വിച്ചിങ് ലോസ് കൂടുതലാണെന്നാണ് പറയുന്നത്, പക്ഷെ അല്ല, ലോവർ സ്വിച്ചിങ്. അതുപോലെ തന്നെ ഇതും റോങ് ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദെൻ ഇതേപോലെ IGBT ആയിട്ടുള്ള IGBTയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് അല്ല, ഇത് വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. വോൾട്ടേജ് കൺട്രോൾഡ് ആണ്. ഇവിടെ നമ്മുടെ ഗേറ്റ് ടെർമിനൽ വരുന്നുണ്ട്, ഗേറ്റ് വരുമ്പോഴേ ആലോചിച്ചോണം അത് വോൾട്ടേജ് ടെർമിനൽ ഡിവൈസ് ആണ് മോസ്ഫെറ്റിനെ പോലെ. സോ ദിസ് ഈസ് ഓൾസോ എ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ലൈക്ക് മോസ്ഫെറ്റ്. BJT എന്ന് പറയുന്നത് കറണ്ട് കൺട്രോൾഡ് ആണ്. അപ്പൊ ഈ ഫീച്ചേഴ്സ് എല്ലാം ഇതിന്റെ അറിഞ്ഞിരിക്കണം. അപ്പം അത് അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂ. അപ്പം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ ഒക്കെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മൾട്ടിമീറ്റർ, അതിന്റെ സെൻസിറ്റിവിറ്റി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് ശരിക്കും ഇൻസ്ട്രുമെന്റേഷൻ റിലേറ്റ് ചെയ്തിട്ട് നമ്മുടെ എന്താണ് റെസൊല്യൂഷൻ എന്താണ്, പ്രിസിഷൻ എന്താണ്, ആക്യുറസി എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ചില ടേംസും കാര്യങ്ങളും, സെൻസിറ്റിവിറ്റി, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ സെൻസിറ്റിവിറ്റി, ഇന്റേണൽ റെസിസ്റ്റൻസ്, ഫുൾ സ്കെയിൽ വോൾട്ടേജ് ഒക്കെ തന്നിട്ട് അതിന്റെ വാല്യൂ ഏതെങ്കിലും തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കും. സെൻസിറ്റിവിറ്റി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഫുൾ സ്കെയിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനോ ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതിന് അറിഞ്ഞിരിക്കേണ്ട ഒരു റിലേഷൻ മൾട്ടിമീറ്ററിന്റെ കേസിൽ നമ്മൾ ഈ ഒരു ഫോർമുല പഠിച്ചു വെക്കുക. സെൻസിറ്റിവിറ്റിയുടെ ഒരു ഫോർമുല ഉണ്ട്. സെൻസിറ്റിവിറ്റി is equal to internal resistance by full scale voltage reading. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റെസിസ്റ്റൻസ് ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സെൻസിറ്റിവിറ്റി ഇൻറ്റു ഫുൾ സ്കെയിൽ വോൾട്ടേജ് റീഡിംഗ്. അപ്പൊ ഇവിടെ സെൻസിറ്റിവിറ്റിയുടെ വാല്യൂ നമുക്ക് 500 ഓം പെർ വോൾട്ട് ആണ് തന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ഫുൾ സ്കെയിൽ വോൾട്ടേജ് റീഡിംഗ് തന്നിട്ടുണ്ട്, അത് 50 ആണ്. 500 ഓം ഇൻറ്റു 50, 500 ഓം പെർ വോൾട്ട് ആണ് ഇൻറ്റു 50 വോൾട്ട്. സോ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നത് 25 ഇൻറ്റു 10⁻³ ഓം, അല്ലെങ്കിൽ നമുക്ക് പറയാം 25K. സോ ഇതാണ് ആൻസർ. സോ അത് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമ്മൾ SCR, UJT, IGBT ടോപ്പിക്കുകളൊക്കെ ഒരുവിധം ട്രാക്ക്, ഡയാക്ക്, ഇങ്ങനെ കുറച്ച് ഡിവൈസസ് ഉണ്ട് നമ്മുടെ ആ ഒരു പവർ ഇലക്ട്രോണിക്സ് ടോപ്പിക്കിനകത്ത്. അത് അറിഞ്ഞിരിക്കണം. അതിൽ UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ഇത് തന്നെയാണ്. ഒന്നുകിൽ ഇതിന്റെ ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇത് ഏത് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് ചോദിക്കുന്നത്. യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ UJT റിലാക്സേഷൻ ഓസിലേറ്റർ, അതേപോലെ തന്നെ ഒരു ടൈമിംഗ് സർക്യൂട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സംഭവമാണ് UJT. ട്രിഗറിംഗ്
എലമെന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് UJT എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഇതിന്റെ സ്ട്രക്ചറും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇതിന്റെ സ്ട്രക്ചർ, UJTയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു N, ഒരു P റീജിയൻ ഉണ്ട്, 2 ബേസ് ഉണ്ട്, B1 ആൻഡ് B2. ഇതൊരു എമിറ്റർ ഉണ്ട്, ഒരു എമിറ്ററും 2 ബേസ് ടെർമിനൽസും ആണ്. അപ്പൊ ഇതിനെ ഡബിൾ ബേസ് ഡയോഡ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഡബിൾ ബേസ്, 2 ബേസ് ടെർമിനൽസ് ഉണ്ട്. സോ ഡബിൾ ബേസ് ഡയോഡ്സ് എന്നൊക്കെ വിളിക്കാറുണ്ട് UJT. സോ ഇതാണ് എന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഒരു ഡയോഡ് നമുക്ക്. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ട് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, വളരെ ഫേമസ് ആണ് ഈ സർക്യൂട്ട് ഡയഗ്രാം. സോ ഇതാണ് എന്റെ ഇക്വലന്റ് സർക്യൂട്ട്. ഒരു ഡയോഡ് ഉണ്ട്, ഇത് എമിറ്റർ, ഇത് B1 ആൻഡ് B2, റെസിസ്റ്റൻസ് RB1 ആൻഡ് RB2, ബേസ് RB2. ഇതിനകത്ത് നമ്മൾ ഇൻട്രിൻസിക് സ്റ്റാൻഡ് ഓഫ് റേഷ്യോ, അങ്ങനെ ഈറ്റ എന്ന് പറയുന്ന പാരാമീറ്ററും ഒക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഇത് ഇക്വലന്റ് സർക്യൂട്ട്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ ഞാൻ പറഞ്ഞു, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ IV ക്യാരിയായിട്ടാണ് നമ്മൾ വരയ്ക്കാറുള്ളത്. ഇതിനെ അങ്ങനെയും വരയ്ക്കാം, തിരിച്ചും വരയ്ക്കാം. ഇത് നമ്മുടെ എമിറ്റർ വോൾട്ടേജും ഇത് എമിറ്റർ കറണ്ടും ആണ്. അതുകൂടെ വെച്ചിട്ട് നമ്മൾ വരയ്ക്കുമ്പോൾ ഏകദേശം ഇങ്ങനൊരു സ്ട്രക്ചർ ആണ് പോകുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെയാണ് പോകുന്നത്. അതില് ഈ പീക്ക് വാല്യൂ, ഈ പോയിന്റിനെ നമ്മൾ പീക്ക് പോയിന്റ് എന്ന് പറയും. പീക്ക് പോയിന്റ്, ഈ പോയിന്റിനെ വാലി പോയിന്റ് എന്ന് പറയും. വാലി പോയിന്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടും വോൾട്ടേജിനെ നമ്മൾ വാലി വോൾട്ടേജ്, വാലി കറണ്ട് എന്നൊക്കെ പറയും. താഴോട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി. ഇതിനെ പീക്ക് കറണ്ട്, പീക്ക് വോൾട്ടേജ് ആ രീതിയിൽ പറയും. ഇതില് നമ്മുടെ ആ ഒരു പീക്ക് കിട്ടിയേക്കുന്നത് ഈ റീജിയനെയാണ് UJTയുടെ ശരിക്കും ഓപ്പറേറ്റിംഗ് റീജിയൻ അല്ലെങ്കിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, ഈ പീക്ക് പോയിന്റിന് വാലി പോയിന്റ് ഇടയ്ക്കുള്ള റീജിയൻ നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഇപ്പുറത്തോട്ടുള്ള റീജിയൻ അതിന്റെ സാച്ചുറേഷൻ റീജിയൻ ആണ്. ഇതിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. ഇതിനിപ്പുറത്തോട്ടുള്ളത് കട്ട് ഓഫ് ആണ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ. അപ്പൊ അതിന്റെ വർക്കിംഗ് പറയുമ്പോൾ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. അതിന്റെ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ, അതാണ് അതിന്റെ ഓപ്പറേറ്റിംഗ് റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇതാണ് UJT. ഇതിന്റെ ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു. ടൈമിംഗ് സർക്യൂട്ട്, UJT റിലാക്സേഷൻ ഓസിലേറ്റർ, ട്രിഗറിംഗ് എലമെന്റ് ആയിട്ടൊക്കെ UJT യൂസ് ചെയ്യാറുണ്ട്. ഒരു വേവ് ഫോം ജനറേറ്റർ ആയിട്ടൊക്കെ നമുക്ക് UJT ഉപയോഗിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്പ്-ആമ്പ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോമൺ മോഡ് ഗെയിൻ ഓഫ് വോൾട്ടേജ്, വോൾട്ടേജ് ഗെയിൻ, കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ. അപ്പം ഇത് നമ്മള് ഓപ്പ്-ആമ്പിന്റെ ഐഡിയൽ പാരാമീറ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഒരെണ്ണം പഠിക്കും, CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതായത് AD/AC എന്നാണ് നമ്മളത് പഠിച്ചിട്ടുള്ളത്. നമ്മൾ DBയിലൊക്കെ പ്രസന്റ് ചെയ്യാൻ 20 log AD/AC ഡെസിബലിലാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നതെങ്കിൽ AD എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഗെയിൻ, AC എന്ന് പറയുന്നത് കോമൺ മോഡ് ഗെയിൻ ആണ്. അപ്പം ഈ CMRRന്റെ ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം CMRR എന്ന് പറയുന്ന വാല്യൂ വളരെ ഹൈ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട് നോക്കുവാണെങ്കിൽ തന്നെ CMRR ഹൈ ആവണമെങ്കിൽ AC എന്ന് പറയുന്നത് എപ്പോഴും ലോ ആയിരിക്കണം. AC ലോ ആയിരിക്കണം. കോമൺ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് ലോ ആയിരിക്കണം. ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണം. സോ ദ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഓപ്പ്-ആമ്പ് ഈസ് സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ. എപ്പോഴും അത് നമ്മുടെ AD എന്ന് പറയുന്നതായിരിക്കണം ഹൈ വാല്യൂ, AC എന്ന് പറയുന്നത് എപ്പോഴും കുറവായിരിക്കണം. സോ ഇവിടെ ഓപ്ഷൻ B ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഐഡിയലി ഉള്ള വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോയുടെ ഐഡിയൽ വാല്യൂ ആണ് ഇൻഫിനിറ്റി എന്ന് ഞാൻ ഇവിടെ പറഞ്ഞത്. ശരിക്കും കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏകദേശം അതിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ഇരിക്കും. 2 ട്രാൻസിസ്റ്റർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. ഇതുപോലെ ഇരിക്കും അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ 2 ടെർമിനലും കൊടുക്കുന്നത് ഒരു കോമൺ ഇൻപുട്ട് ആണെങ്കിൽ അതാണ് നമ്മുടെ അങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ കോമൺ മോഡ് ഗെയിൻ മെഷർ ചെയ്യുന്നത്. ഡിഫറൻസ് ഇൻപുട്ട് കൊടുത്തിട്ടാണ് ഡിഫറൻഷ്യൽ ഗെയിനും മെഷർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഡിഫറൻഷ്യൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും കൂടുതലും കോമൺ മോഡ് വാല്യൂ എന്ന് പറയുന്നത് കുറവായിരിക്കണം. CMRR എപ്പോഴും ഹൈ ആയിരിക്കണം.
അപ്പൊ അത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ പറയാൻ പറ്റും. നെക്സ്റ്റ്, ഓപ്പാമ്പിനെ കുറിച്ച് അല്ലെങ്കിൽ വാട്ട് ഈസ് ആൻ ഓപ്പാമ്പ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പഠിക്കാറുള്ള ഏറ്റവും ഓപ്പാമ്പിന്റെ ആപ്ലിക്കേഷൻ തന്നെ ഇതാണ്, ഓപ്പറേഷണൽ ആംപ്ലിഫയർ എന്നാണ് പറയുന്നത്. അപ്പം ഓപ്പാമ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, ഒരു ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ്. അതുപോലെ തന്നെ ഇതിന് DC ആൻഡ് AC സിഗ്നൽസ് രണ്ടിനെയും ആംപ്ലിഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ ബോത്ത് AC ആൻഡ് DC സിഗ്നൽ ആൻഡ് ഇറ്റ് ഈസ് എ ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ. അപ്പോൾ അതേപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ഓപ്പറേഷണൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. ഇതൊക്കെ നമ്മൾ ഓപ്പാമ്പിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നോക്കിയാലും അതിന്റെ ഫസ്റ്റ് പേജിൽ കാണുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഹൈ ഗെയിൻ ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ, അതേപോലെ തന്നെ ഇറ്റ് ക്യാൻ ആംപ്ലിഫൈ ബോത്ത് AC ആൻഡ് DC സിഗ്നൽസ്. അപ്പൊ അത് അതിന്റെ യൂസിനകത്ത് വരുന്നതാണ്. അതാണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണത്. നെക്സ്റ്റ്, സ്ക്വയർ വേവ് ഓസിലേറ്റർ. നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് നമ്മൾ BJT യൂസ് ചെയ്ത് ഓപ്പാമ്പിനകത്തൊക്കെ നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് പഠിച്ചതാണ്. അതിലൊക്കെ ഡിഫറെന്റ് മൾട്ടി വൈബ്രേറ്റേഴ്സ്, അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ ഒക്കെ പഠിച്ചതാണ്. അസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് നോ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നൊക്കെ പഠിച്ചു. മോണോസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് സിംഗിൾ സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും. ബൈസ്റ്റേബിളിനകത്ത് 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആയിരിക്കും. അതേപോലെ തന്നെ അസ്റ്റേബിളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് എ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ. ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത് അതിനെയാണ്. കാരണം ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ അതൊരു വേവ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അതുകൊണ്ടാണ് അതിനെ ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നതും ഈ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിനെയാണ്. ഒരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ, ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ, ഇൻപുട്ട് ഒന്നും കൊടുക്കാതെ. കാരണം നമ്മൾ മറ്റേതൊക്കെ പൾസ് കൊടുക്കുന്നുണ്ട് ഒരു ഇൻപുട്ടായിട്ട്, ഒരു ട്രിഗറിങ് പൾസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിനെ നമുക്കൊരു ഓസിലേറ്റർ എന്നൊന്നും വിളിക്കാൻ പറ്റില്ല. സോ ഒരു സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് വിളിക്കുന്നത് നമ്മുടെ അസ്റ്റേബിളിനെയാണ്. അപ്പൊ ഇതൊരു ഫ്രീ റണ്ണിങ് ഓസിലേറ്റർ ആണ്. നെക്സ്റ്റ്, വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. നമ്മൾ ഓപ്പാമ്പിനകത്ത് പഠിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്. അപ്പൊ അതിന്റെ സർക്യൂട്ട് ഒക്കെ വളരെ ഫേമസ് ആണ്. ഒരു ഓപ്പാമ്പ് നമുക്കറിയാൻ വരയ്ക്കാൻ. ഇതില് പ്ലസ് എന്ന് പറയുന്നതാണ് നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ, മൈനസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻവേർട്ടിംഗ് ടെർമിനൽ ആണ്. അപ്പൊ ഇവിടുന്ന് ഒരു ഫീഡ്ബാക്ക് ഇങ്ങനെ ഷോർട്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് വരയ്ക്കുന്നു. ഇവിടാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്, VI. ഇവിടെ നമുക്ക് പറയാം ഇതിന്റെ ഗെയിൻ ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് ആംപ്ലിഫയർ, ഒരു സർക്യൂട്ട് ആണ് നമ്മുടെ വോൾട്ടേജ് ഫോളോവർ. അപ്പൊ ഇതിന്റെ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. സോ ഇതിന്റെ പേര് തന്നെ, ഈ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിന്റെ മറ്റൊരു പേര് തന്നെ ഇറ്റ് ഈസ് നോൺ ആസ് യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ എന്ന് പറയാം. ഐസൊലേഷൻ ആംപ്ലിഫയർ എന്ന് വിളിക്കാം. ഐസൊലേഷൻ ആംപ്ലിഫയർ, ബഫർ ആംപ്ലിഫയർ, ഇതൊക്കെ വോൾട്ടേജ് ഫോളോവറിന്റെ മറ്റൊരു പേരാണ്. ദെൻ അതേപോലെ തന്നെ ഓപ്പാമ്പിന്റെ ബേസിക് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഇതിന്റെയും ഇൻപുട്ട് ഇമ്പിഡൻസ് വളരെ ഹൈ ആണ്. ഇൻപുട്ട് ഇമ്പിഡൻസ് ഈസ് വെരി ഹൈ, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ. ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ലോ ആണ്, ഇൻപുട്ട് ഇമ്പിഡൻസ് ഹൈ ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത്. അതായത് വോൾട്ടേജ് ഫോളോവർ എന്ന് വിളിക്കാൻ കാരണം ഔട്ട്പുട്ട് ഫോളോസ് ഇൻപുട്ട്. അപ്പൊ എനിക്കിവിടെ കിട്ടുന്നത് എന്താണോ ഇൻപുട്ട് കൊടുത്തേക്കുന്നത് അത് തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ഗെയിൻ എന്തായിരിക്കും? യൂണിറ്റി ആയിരിക്കും. അതായത് യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ. ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു ഇൻപുട്ട് മീൻസ് V0/Vi ഈസ് ഈക്വൽ ടു 1. അപ്പം ഫീഡ്ബാക്ക് ഫാക്ടർ യൂണിറ്റി ആയിരിക്കും. സോ ഈ കാര്യങ്ങളൊക്കെ ഒരു വോൾട്ടേജ് ഫോളോവറിനെ കുറിച്ച് അറിഞ്ഞിരിക്കും. ഔട്ട്പുട്ട് ഫോളോസ് ദ ഇൻപുട്ട്. എന്താണോ ഇൻപുട്ട് അത് തന്നെ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അതായത് ഇറ്റ് ഈസ് എ യൂണിറ്റി ഗെയിൻ ആംപ്ലിഫയർ. ഇസ് ഓൾസോ an ഐസൊലേഷൻ ആംപ്ലിഫയർ അല്ലെങ്കിൽ ബഫർ ആംപ്ലിഫയർ. അതിന്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓപ്പാമ്പിനെ പോലെ വളരെ ഹൈ ആണ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് വളരെ ലോ ആയിരിക്കും. അടുത്തത് നമ്മുടെ ADC. നമ്മൾ ഡിജിറ്റൽ സർക്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മുടെ അനലോഗ് ഇന്റഗ്രേറ്റഡ് ഓപ്പാമ്പ്
അതിനകത്ത് തന്നെ പഠിക്കുന്നതാണ്. ലീനിയർ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സിനകത്ത് പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ADCയും DACയും, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അതുപോലെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടേഴ്സ്. അപ്പൊ അതിൽ ADCയുടെ പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൽ വരുന്ന ഫാസ്റ്റസ്റ്റ് ADC ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന 3 ADCs ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒന്ന് ഡ്യുവൽ സ്ലോപ്പ് അല്ലെങ്കിൽ ഇന്റഗ്രേറ്റിംഗ് ടൈപ്പ് എന്ന് തന്നെ വിളിക്കാം. ദെൻ ഫ്ലാഷ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ADC ആണ് ഫ്ലാഷ് ADC. ദെൻ SAR ADC, പിന്നെ ഡെൽറ്റ സിഗ്മ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. സോ നമുക്ക് ഇത് 3 ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. മെയിനായിട്ടും കണ്ടുവരുന്ന 3 എണ്ണമാണ് ഡ്യുവൽ സ്ലോപ്പ്, ഫ്ലാഷ്, SAR ADC. അപ്പൊ ഇതില് സ്പീഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഡ്യുവൽ സ്ലോപ്പ് ആണ് ഏറ്റവും സ്ലോ ആയിട്ടുള്ളത്. ഫ്ലാഷ് ADC എന്ന് പറയുന്നത് വെരി ഫാസ്റ്റ് ആണ്. ഫാസ്റ്റസ്റ്റ് ADC എന്ന് പറയുന്നത് ഫ്ലാഷിനെയാണ്. SAR എന്ന് പറയുന്നത് നമുക്ക് ഫാസ്റ്റ് ആണ്, പക്ഷെ അതിനൊരു മീഡിയം ഫാസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റും. അപ്പം ഓപ്ഷനിൽ ഫ്ലാഷ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ADC ഫ്ലാഷ് തന്നെയാണ്. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് അത് തന്നെയാണ്, ഫാസ്റ്റസ്റ്റ് ADC ഏതാണ്. പക്ഷെ ഇതിനകത്ത് ഫ്ലാഷ് ഓപ്ഷൻ ഇല്ല. നമുക്ക് സാറും അതായത് സക്സസീവ് അപ്രോക്സിമേഷനും ഡ്യുവൽ സ്ലോപ്പും കൗണ്ടർ ടൈപ്പും സിംഗിൾ സ്ലോപ്പും ഒക്കെ ഉള്ളൂ. സോ ഇതിനകത്ത് വെച്ച് നോക്കുവാണെങ്കിൽ ഇവിടെ SAR ADC ആണ് നമ്മുടെ ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അത് ഫാസ്റ്റസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു, വെരി ഫാസ്റ്റ് ആണ് ഫ്ലാഷ്. സോ ഇവിടെ ഓപ്ഷൻ നമ്മുടെ സക്സസീവ് അപ്രോക്സിമേഷൻ, അതാണ് സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ എന്നാണ് ശരിക്കും സാറിന്റെ ഫുൾ നെയിം, SAR ADC. അതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ ഫ്ലാഷ് ഇല്ല. ഫ്ലാഷ് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു ഫാസ്റ്റസ്റ്റ്. സ്ലോ എന്ന് പറയുന്നത് ഡ്യുവൽ സ്ലോപ്പ് ആണ്. അപ്പൊ ഫാസ്റ്റ് സ്ലോ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ ഇനി കോസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അപ്പൊ ഇത് ഞാൻ സ്പീഡ് വെച്ചിട്ടാണ് പറഞ്ഞത്, സ്പീഡ്. ഇനി കോസ്റ്റ് വെച്ച് നോക്കുവാണെങ്കിൽ ഡ്യുവൽ സ്ലോപ്പിന് ഒരു മീഡിയം കോസ്റ്റ് മതി. ദെൻ ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ ദെൻ ഇതിന് ഹൈ കോസ്റ്റ് വേണം, ഇത് ലോ കോസ്റ്റ്. ദെൻ റെസല്യൂഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇതിന്റെ ഹൈ റെസല്യൂഷൻ ആണ് ഡ്യുവൽ സ്ലോപ്പിൻ്റെത്, ഇതിൻ്റെത് ഫ്ലാഷിൻ്റെത് ലോ ആണ്, ഇതിൻ്റെത് മീഡിയം ആണ്. ദെൻ ആക്യുറസി, അതും ഇമ്പോർട്ടൻ്റ് ആണ്. സ്പീഡ്, ആക്യുറസി, റെസല്യൂഷൻ ഇതൊക്കെയാണ് കമ്പാരിസൺ മെയിൻ ആയിട്ട് വരുന്നത്. ആക്യുറസി ഏറ്റവും ബെറ്റർ നമ്മുടെ ഡ്യുവൽ സ്ലോപ്പിനാണ്, ഹൈ ആണ്. ഫ്ലാഷിന് വളരെ ലോ ആണ്, ഫാസ്റ്റ് ആണെങ്കിലും ലോ ആണ്. ദെൻ സാറിന് മീഡിയം ആണ്. അപ്പൊ ഏറ്റവും ആക്യുറസി വെച്ച് നോക്കുവാണെങ്കിൽ ഡ്യുവൽ സ്ലോപ്പ് തന്നെയാണ് ഹൈ. സ്പീഡ് വെച്ച് നോക്കുവാണെങ്കിൽ ഫ്ലാഷ് ആണ് ബെറ്റർ, ദെൻ SAR ആണ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഓപ്ഷൻ സക്സസീവ് അപ്രോക്സിമേഷൻ രജിസ്റ്റർ SAR ADC ആണ് ഫാസ്റ്റസ്റ്റ്. ഇതിനകത്ത് തന്നേക്കുന്ന ഓപ്ഷൻ വെച്ച് അല്ലെങ്കിൽ ഫ്ലാഷ് ആണ്. അടുത്തത് DAC ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ DAC 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഈ ബൈനറി വെയ്റ്റഡ് ടൈപ്പ് റെസിസ്റ്റർ ഉണ്ട്, ബൈനറി വെയ്റ്റഡ്. അതും റെസിസ്റ്റർ DAC ആണ്, ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DAC. ദെൻ R2R ലാഡർ, ഈ ടൈപ്പ് DAC ഉണ്ട്. അപ്പം ഇങ്ങനെ ഇതിനകത്ത് ബൈനറി വെയ്റ്റഡ് റെസിസ്റ്ററിന്റെ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് യൂസസ് വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റേഴ്സ്. പല വാല്യൂസ് ഉള്ള റെസിസ്റ്റേഴ്സ് ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ റെസിസ്റ്റേഴ്സ് ഉണ്ട്, പക്ഷെ അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന റെസിസ്റ്റേഴ്സിന്റെ വാല്യൂസ് ഡിഫറെന്റ് ആണ്. പക്ഷെ R2R ലാഡറിൽ നോക്കുവാണെങ്കിൽ either R അല്ലെങ്കിൽ 2R, R2R 2 വാല്യൂ റെസിസ്റ്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കമ്പാരിസൺ പറയുമ്പോൾ മെയിൻ കമ്പാരിസൺ അത് തന്നെയാണ്. അഡ്വാൻറ്റേജ് ഓഫ് R2R എന്ന് പറയുന്നത് അതിന്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ന് പറയുന്നത് 2 വാല്യൂ റെസിസ്റ്റേഴ്സേ ഉള്ളൂ. അതിനകത്ത് വെയ്റ്റഡ് റെസിസ്റ്ററിനകത്താണെങ്കിൽ അത് ഡിഫറെന്റ് വാല്യൂ റെസിസ്റ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓരോന്നും ആ ഒരു 2ന്റെ ആ ഒരു വെയിറ്റേജ് വെച്ചിട്ടാണ് അതിനകത്ത് പോകുന്നത്. സോ റെസിസ്റ്റർ വാല്യൂസ് വിൽ ബി ഡിഫറെന്റ് ഈ ഒരു കേസിൽ. സോ അതിന്റെ ഏറ്റവും വലിയ ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DACന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് അതാണ്. മറ്റേതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് R2Rന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൺലി 2 വാല്യൂ റെസിസ്റ്റേഴ്സ് ആർ റിക്വയർഡ്. ദെൻ ഇനി വെയ്റ്റഡ് റെസിസ്റ്റർ, ബൈനറി വെയ്റ്റഡ് റെസിസ്റ്റർ DACന്റെ ഒരു അഡ്വാൻറ്റേജ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് പറയാം
ഫാസ്റ്റ് കൺവേർഷൻ റേറ്റ്. അതിൻ്റെ കൺവേർഷൻ റേറ്റ് വളരെ ഫാസ്റ്റ് ആണ്, ഫാസ്റ്റർ കൺവേർഷൻ. അപ്പം R2R ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും അത് തന്നെയാണ്, സ്ലോവർ കൺവേർഷൻ. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം, രണ്ടിന്റെയും ഡാക്കിൻ്റെതും R2R ഒരു കമ്പാരിസൺ. സോ ഇവിടെ നമ്മുടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. ഒരു നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 1 + RF/R1. ഗെയിൻ ഈസ് ഈക്വൽ ടു ഫീഡ്ബാക്ക് ഗെയിൻ 1 + RF/R1 ആണ്. അത് ഇൻവേർട്ടിംഗ് ആണെങ്കിൽ -RF/R1 ആണ്. ഇവിടെ നമുക്ക് നോൺ ഇൻവേർട്ടിംഗ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ 1 + RF/R1. RF എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് റെസിസ്റ്റൻസും RI എന്ന് പറയുന്നത് ഇൻപുട്ട് റെസിസ്റ്റൻസും ആണ്. സോ ഇവിടെ നമുക്ക് 1 + RF 100K രണ്ടും കെയിലാണ്, കിലോ ഓമിലാണ്, അടുത്ത് 2 ആണ്. അപ്പോൾ ഇവിടെ ആൻസർ 51 എന്ന് വരും. സോ ഓപ്ഷൻ സി ആണ്. അത് സിമ്പിൾ ഇക്വേഷൻ ആണ്. ഇനി ഇൻവേർട്ടിംഗ് ടൈപ്പ് ആണെങ്കിൽ ഇക്വേഷൻ എന്ന് പറയുന്നത് -RF/R1 ആണ്, ഗെയിൻ്റെ ഇക്വേഷൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ഇൻവേർട്ടിംഗ് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. സോ 1 + RF/R1. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ഗെയിൻ ബാൻഡ് വിഡ്ത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു 741 ഓപ്പ് ആമ്പിന്റെ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട്. ഗെയിൻ ഇൻറ്റു ബാൻഡ് വിഡ്ത്ത്. ആ പ്രോഡക്റ്റ് 2 MHz ആണ്, അതായത് 2 × 10⁶ ആണ് തന്നിരിക്കുന്നത്. ദെൻ ഇഫ് എ നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ യൂസിങ് ദിസ് ഓപ്പ് ആംപ് ആസ് എ വോൾട്ടേജ് ഗെയിൻ. അപ്പൊ ഗെയിൻ തന്നിട്ടുണ്ട് 40 dB. 40 dBയിലാണ് തന്നിരിക്കുന്നത്. അതൊരു പ്രത്യേകതയാണ്. 40 dBയിലാണ് തന്നേക്കുന്നത്. നമുക്ക് ആ dB തന്നേക്കുന്നതിനെ അല്ലാതെ വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കണം ഗെയിൻ. സോ ഇവിടെ ഗെയിൻ 40 dB. അപ്പൊ നമുക്ക് 20 log dBയിൽ എക്സ്പ്രസ് ചെയ്യുന്ന എങ്ങനെയാണ്? 20 log ഗെയിൻ ഈസ് ഈക്വൽ ടു 40 dB. ഗെയിനിലാണ്, dBയിലാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ഞാൻ 20 log A എന്ന് എഴുതിയിരിക്കുന്നത്. A ഗെയിൻ ആണ്. അപ്പൊ അത് 40 കിട്ടും. അതായത് log A എന്ന് പറയുന്നത് A ആണ് കണ്ടുപിടിക്കേണ്ടത്, ഗെയിൻ ആണ്. dBയിൽ അല്ലാത്തൊരു വാല്യൂ ആയിട്ട് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 20 log A is equal to 40/20. 20 log A is equal to 40. That is log A is equal to എനിക്ക് 2 എന്ന് കിട്ടും. അപ്പൊ ഇതിന് ശരിക്കും കാൽക്കുലേറ്റർ ഒന്നും വേണ്ട. log A 2 മീൻസ് നമ്മുടെ എയുടെ വാല്യൂ 100 ആയിരിക്കും. കാരണം log 10 1 ആണ്. log 10 സ്ക്വയർ എന്ന് പറയുമ്പോൾ log 10 1 ആണ്. log 10 സ്ക്വയർ അതാണ് 100 എന്ന് പറയുന്നത്. അപ്പൊ 2 log 10. 2 log 10 മീൻസ് 2 ആണ് ആൻസർ. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസർ എയുടെ വാല്യൂ നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. എയുടെ വാല്യൂ 100 ആണ്. അപ്പൊ എ മീൻസ് നമ്മുടെ ഗെയിൻ എനിക്ക് 100 കിട്ടി. സോ ഗെയിൻ 100. ബാൻഡ് വിഡ്ത്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്, -3 dB ബാൻഡ് വിഡ്ത്ത്. സോ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് 2 MHz തന്നിട്ടുണ്ട്. 2 × അപ്പം വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണത്. ബാൻഡ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 × 10⁶/100. അപ്പം നമുക്ക് ഇത് 10⁴ ആവും. 2 × 10⁴ മീൻസ് 20 kHz. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിനകത്ത് ജസ്റ്റ് ഇത് മാത്രം, ഈ ഒരു കൺസെപ്റ്റ് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നത്. അത് dB തന്നേക്കുന്നുണ്ട്, നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രോഡക്റ്റ് 2 MHz തന്നിട്ടുണ്ട്. സോ ഈസി ആയിട്ട് ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് 555 ടൈമർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 555 ടൈമർ. അപ്പൊ അതിന്റെ ഇന്റേണൽ സർക്യൂട്ട് ഡയഗ്രം നമുക്ക് അറിയാവുന്നതാണ്. അതിനകത്ത് 3 5K റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ 2 കമ്പാരറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ ഔട്ട്പുട്ട് സ്റ്റേജ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൺട്രോൾ എലമെന്റ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇങ്ങനെയൊക്കെ കുറച്ച് എലമെന്റ്സ് വരുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് ഇതാണ്. 2 കമ്പാരറ്റേഴ്സ്, ദെൻ ഒരു SR ഫ്ലിപ്പ് ഫ്ലോപ്പ്, ഒരു ഔട്ട്പുട്ട് സ്റ്റേജ്, 3 5K റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. 5K. അതുകൊണ്ടാണ് 555 എന്നുള്ള പേര് വരുന്നത്. സോ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കമ്പാരറ്റേഴ്സ് ബേസ് ചെയ്തിട്ടാണ്. എത്ര കമ്പാരറ്റർ? അപ്പർ കമ്പാരറ്റർ, ഒരു ലോവർ കമ്പാരറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് യൂസസ് 2 കമ്പാരറ്റേഴ്സ്. അപ്പൊ അതിനകത്ത് ത്രെഷോൾഡ് ഒക്കെ കണ്ടുപിടിക്കുന്നത് അത് വെച്ചിട്ടാണ് ആ ഓപ്പ് ആമ്പിന്റെ വർക്കിങ്ങും ഒക്കെ പറയുന്നുണ്ട്. കമ്പാരറ്റേഴ്സ് ആണ്, അപ്പർ കമ്പാരറ്റർ, ലോവർ കമ്പാരറ്ററും ത്രെഷോൾഡ് പോയിന്റും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് ആ കമ്പാരറ്റേഴ്സ് ആണ്. സോ 2 കമ്പാരറ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ 555 ടൈമർ. അടുത്തത് ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്താണെന്നാണ്. അപ്പൊ ഇത് നമ്മൾ VCO
ഫേസ് ഡിറ്റക്ടർ, ഇതൊക്കെ വരുന്നത് PLL, ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനകത്താണ് നമ്മൾ പഠിച്ചത്. ഓപ്പാമ്പിനകത്ത് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് PLL എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്ക്, PLLന്റെ ബ്ലോക്ക് ഡയഗ്രം പഠിക്കുമ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫേസ് ഡിറ്റക്ടർ ആണ്. ദെൻ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ പാസ് ഫിൽട്ടർ കണക്ട് ചെയ്യുന്നു. ദെൻ അതിനുശേഷം ഒരു എറർ ആംപ്ലിഫയറും ദെൻ അതിനുശേഷം ഒരു VCOയും, ഇങ്ങനെ ഒരു ഫീഡ്ബാക്കിലാണ് ആ ഒരു സംഭവം പോകുന്നത്. VCO മീൻസ് വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ. അപ്പൊ ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ് ആണോ, ഫ്രീ റണ്ണിങ് വോൾട്ടേജ് ആണോ, എറർ വോൾട്ടേജ് ആണ് ഇതിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഒരു എറർ വോൾട്ടേജ് ആണ്. അതിനെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോ പാസ് ഫിൽട്ടർ, എറർ ആംപ്ലിഫയർ ഒക്കെ വെച്ചിട്ടുണ്ട്, ആ എറർ റെഡ്യൂസ് ചെയ്യാൻ. ദെൻ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫേസ് നമ്മുടെ ഇൻപുട്ട് സിഗ്നലിന്റെ ഫേസുമായിട്ട് ആ ഒരു ലോക്ക്ഡ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത്, ക്യാപ്ചർ റേഞ്ച്, ലോക്ക് റേഞ്ച്, ഈ ടേംസ് ഒക്കെ നമ്മുടെ PLL റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്, അതൊക്കെ നോക്കേണ്ടതാണ്. അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ. എറർ വോൾട്ടേജ്, ആ ഒരു ടേം ഓർത്ത് വെക്കുക, ഈ ബ്ലോക്ക് ഡയഗ്രം ഓർത്ത് വെക്കുക. ഫേസ് ഡിറ്റക്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു എറർ വോൾട്ടേജ് ആണ്. ദെൻ അതിന് നമ്മൾ എലിമിനേറ്റ് ചെയ്യാനുള്ള ലോ പാസ് ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. അപ്പം ഇതാണ് ഫേസ് ഡിറ്റക്ടർ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫേസ് ഡിറ്റക്ടർ അല്ലെങ്കിൽ ഒരു കമ്പാരേറ്റർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ പറയാം. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. An AM has unmodulated carrier of 100 kilowatt and modulation index 0.6. ചിലപ്പോൾ അത് പെർസെന്റേജിലൊക്കെ തരാറുണ്ട്, 60% തന്നാലും 0.6 ആണ് മോഡുലേഷൻ ഇൻഡെക്സ്. AMന്റെ കേസിൽ എപ്പോഴും അത് 0 മുതൽ 1 വരെയാണ് മോഡുലേഷൻ ഇൻഡെക്സ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പവർ ഇൻ വൺ സൈഡ് ബാൻഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വൺ സൈഡ് ബാൻഡിന്റെ പവർ ഇക്വേഷൻ കാണാതെ പഠിക്കുന്നതിനെ കിട്ടുന്നത് ടോട്ടൽ പവർ പഠിച്ചു നോക്കുക. ടോട്ടൽ പവറിന്റെ ഇക്വേഷൻ PC × 1 + m²/2 ആണ്. അപ്പൊ നമുക്കറിയാം ഒരു AM വേവ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനകത്തൊരു കരിയർ സിഗ്നൽ കാണും. ദെൻ അതിനകത്ത് രണ്ട് സൈഡ് ബാൻഡ് കാണും. ഒരു സൈഡ് ബാൻഡ്, ഒരു അപ്പർ സൈഡ് ബാൻഡും ഒരു ലോവർ സൈഡ് ബാൻഡും കാണും. ഇങ്ങനെയാണ് അതിന്റെ ഒരു സ്പെക്ട്രം വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ PT = PC × 1 + m²/2. ഇതിനെ എനിക്ക് ഇങ്ങനെ എഴുതാം, PC × m²/2. അപ്പൊ ഞാൻ ഇതിനെ 3 ടേം ആക്കി എഴുതുവാണ്. ഒരു കരിയർ പവർ കാണും, രണ്ട് സൈഡ് ബാൻഡ് പവർ കാണും. അപ്പൊ ഈ PC × m²/2 നമുക്ക് ഇങ്ങനെ PC × m²/4, ഈ ഹാഫ് എന്നുള്ളതിന് ഞാൻ 1/4 എഴുതുവാണ്, PC × m²/4. അപ്പൊ ഇത് കരിയറിന്റെ പവർ ആണെങ്കിൽ ഇത് ഒരു സൈഡ് ബാൻഡിന്റെ പവർ, ഇത് മറ്റൊരു സൈഡ് ബാൻഡിന്റെ പവർ. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ സൈഡ് ബാൻഡിന്റെ പവർ ആണ്. അപ്പൊ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. PTC ടോട്ടൽ പവർ പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു സിംഗിൾ കരിയറിന്റെ സിംഗിൾ സൈഡ് ബാൻഡിന്റെ പവർ കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ ഇതാണ്, PC × m²/4, ഒരു സൈഡ് ബാൻഡിന്റെ പവർ. PC തന്നിട്ടുണ്ട് 100 കിലോവാട്ട് ആണ്, കിലോവാട്ട് ഇൻറ്റു m², m എത്രയാണ്, 0.6 ആണ്, 0.6²/4. അപ്പം ഇത് കിലോവാട്ടിലാണ്. അപ്പോൾ ഇവിടെ ആൻസർ എല്ലാം കിലോവാട്ടിലാണ്, സോ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ 100 × അതായത് 25 × 0.36. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. ഓപ്ഷൻ A ആണ്, 9 കിലോവാട്ട് ആണ് നമ്മുടെ കിലോവാട്ട്. ഇതാണ് സൈഡ് ബാൻഡിന്റെ പവർ. അപ്പൊ ഇത് അറിഞ്ഞിരുന്നാൽ മതി, നമുക്ക് ആ ഒരു സൈഡ് ബാൻഡ് പവർ കണ്ടുപിടിക്കാൻ പറ്റും. then അടുത്തത് FM സിഗ്നൽ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. FMന്റെ ബാൻഡ് വിഡ്ത്ത് കണ്ടുപിടിക്കാൻ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫേമസ് ഫോർമുല ഉണ്ട്, കാഴ്സൺസ് റൂൾ എന്ന് പറയും. കാഴ്സൺസ് റൂൾ വെച്ചിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ബാൻഡ് വിഡ്ത്ത്, അതായത് ബാൻഡ് വിഡ്ത്ത് ഓഫ് AM എന്ന് പറയുന്നത് 2FM ആണ്, AMന്റെ. അതിന്റെ കൂടെ ഒരു ΔF കൂടെ, 2ΔF കൂടെ ആഡ് ചെയ്താൽ മതി, നമുക്ക് കാഴ്സൺസ് റൂൾ കിട്ടും. FM എന്ന് പറയുന്നത് മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി, ΔF എന്ന് പറയുന്നത് ആ ഫ്രീക്വൻസി ഡീവിയേഷൻ അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്നൊക്കെ പറയും. സോ ഇതാണ് വെറും 2FM ആണെങ്കിൽ അത് AM-ന്റെ ആണ്. അതിൻ്റെ കൂടെ 2ΔF കൂടെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതാണ് കാഴ്സൺസ് റൂൾ പറയുന്നത്. രണ്ടും കൂടെ സം ചെയ്യുന്ന ഇക്വേഷൻ ആണ് കാഴ്സൺസ് റൂള്. അപ്പൊ നമുക്ക് 2 × FM + ΔF, ഇതാണ് ഫോർമുല. സോ 2 × FM എത്രയാണ്, FM 15 തന്നിട്ടുണ്ട്, 2 kHz നമുക്ക് ഇങ്ങനെ തന്നെ കൊടുക്കാം, 75. സോ 90 × 2 180 വരും.
ബാൻഡ്വിഡ്ത്ത് 180 കിലോ ഹെർട്സ് ആണ്, കിലോ ഹെർട്സിലാണ് ചോദിച്ചിരിക്കുന്നത്. സോ ബാൻഡ്വിഡ്ത്ത് ഓപ്ഷൻ ഡി ആണ് ആൻസർ. അപ്പോൾ ഡയറക്റ്റ് കാൾസൺസ് റൂൾ വെച്ചത് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, അതും ടോട്ടൽ പവർ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ പവർ തന്നിട്ടുണ്ട്, പി ടി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു 1+m²/2. ഒരു ഫേമസ് ഫോർമുലയാണ് ടോട്ടൽ പവർ കണ്ടുപിടിക്കാനുള്ള എമ്മിന്റെ. ഇവിടെ നമുക്ക് കരിയർ പവർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 10K തന്നിട്ടുണ്ട്, 10 തന്നിട്ടുണ്ട്. പി സി ആണ് കണ്ടുപിടിക്കേണ്ടത്. പി സി കണ്ടുപിടിക്കുക. പി സി എന്ന് പറയുന്നത് 60% മോഡുലേഷൻ എന്ന് പറയുമ്പോൾ 0.6²/2. അപ്പൊ ഇവിടെ നമുക്ക് പി സി കിട്ടും. സോറി, ഇവിടെ പി സി അല്ല, പി എന്നുള്ള ലെറ്റർ ആണ് യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് കരിയർ പവറിന്. സോ പി എന്നുള്ള ലെറ്റർ യൂസ് ചെയ്യുക, പി. സോ എനിക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ പി കിട്ടും. പിയുടെ വാല്യൂ ഒരു ഡെസിമലിലൊക്കെ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ഒരു 8.47 എന്നാണ് കിട്ടുന്നത്. 8.47 കിലോ വാട്ട്. അവര് ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് 10P എത്ര ആണെന്നാണ്. നിയറസ്റ്റ് ഇൻറ്റിജർ 10P വാല്യൂ എത്ര ആണ്. അപ്പൊ ഇതിനെ ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനെ ഇൻറ്റു 10 ചെയ്യുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 84.7 ആണ്. സോ നിയറസ്റ്റ് ഇൻറ്റിജർ നമുക്ക് 85 ആണ് നമ്മുടെ ആൻസർ. സോ 85 ആണ് നമ്മുടെ നിയറസ്റ്റ് ഇൻറ്റിജർ വാല്യൂ. നെക്സ്റ്റ്, RF ആംപ്ലിഫയർ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ നമ്മൾ AM റിസീവർ, FM റിസീവറിനകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺലി യൂസ്ഡ് റിസീവർ ആണ് സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവർ. അപ്പൊ അതിനകത്ത് ഇൻപുട്ട് സ്റ്റേജിൽ വരുന്നത് ഒരു RF ആംപ്ലിഫയർ ആണ്. ദെൻ അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത് ഒരു മിക്സർ ആണ്. മിക്സർ വിത്ത് എ ലോക്കൽ ഓസിലേറ്റർ. ദെൻ അടുത്ത സ്റ്റേജിൽ വരുന്നത് ഒരു IF. ഇവിടെ വരുന്ന ഫ്രീക്വൻസി ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയും. ഇവിടെ ആ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ, അവിടെ യൂസ് ചെയ്യുന്ന ആംപ്ലിഫയർ ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആംപ്ലിഫയർ ആണ്. IF ആംപ്ലിഫയർ യൂസ് ചെയ്യും. ദെൻ അതിനുശേഷം ഒരു ഡിറ്റക്ടർ അല്ലെങ്കിൽ ഒരു ഡീമോഡുലേറ്റർ യൂസ് ചെയ്യും. ദെൻ ഒരു ഓഡിയോ ആംപ്ലിഫയർ. ഇതാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം. ഇവിടെ നമുക്ക് അറിയാം, ഇവിടെ നമ്മുടെ വരുന്ന AM വേവ് ആണ്. AM വേവിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ആണ്. ഇത് റേഞ്ച് എന്ന് പറയുന്നത് 565 to 1605 കിലോ ഹെർട്സ് ആണ്. 565 കിലോ ഹെർട്സ് ടു 1605 കിലോ ഹെർട്സിലുള്ള AM വേവ് ആണ് നമ്മുടെ RF ആംപ്ലിഫയറിന്റെ ഇൻപുട്ടിലോട്ട് പോകുന്നത്. ഇവിടെ നമ്മൾ മിക്സർ അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസി കൺവേർട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ജനറേറ്റ് ചെയ്യുന്ന IF, ഒരു AM റിസീവർ ആണെങ്കിൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി, ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 455 കിലോ ഹെർട്സ് ആണ്. AM റിസീവർ ആണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന RF ആംപ്ലിഫയറിന്റെ പ്രത്യേകതയാണ്. RF ആംപ്ലിഫയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ സെലക്ടിവിറ്റി. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ സെലക്ടിവിറ്റി ആണ്. സെലക്ടിവിറ്റി മീൻസ് എന്താണ്? അത് റിജക്ട് ചെയ്യും, അൺവാണ്ടഡ് സിഗ്നൽസിനെയൊക്കെ റിജക്ട് ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ റിജക്ഷൻ ഓഫ് ഇമേജ് ഫ്രീക്വൻസി. ഇത് തന്നെയാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതിന്റെ മറ്റൊരു RF ആംപ്ലിഫയർ ഹൈലി സെലക്റ്റീവ് ആണ്, അതായത് അൺവാണ്ടഡ് സിഗ്നൽസിനെ റിജക്ട് ചെയ്യും. അതോടൊപ്പം തന്നെ ഇറ്റ് ഇൻക്രീസസ് ദ റിജക്ഷൻ ഓഫ് ഇമേജ് ഫ്രീക്വൻസി. അപ്പം ഇമേജ് ഫ്രീക്വൻസി, അതായത് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഡിസൈഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഫ്രീക്വൻസി ആണ്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം, ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നത്. അപ്പം അൺഡിസൈഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഫ്രീക്വൻസീസിനെ നമ്മൾ ഡീമോഡുലേറ്റ് ചെയ്യാൻ നേരത്ത് അൺഡിസൈഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഫ്രീക്വൻസീസ് ഉണ്ടാവും. അതിനെയാണ് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പം RF ആംപ്ലിഫയർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് പ്രൊവൈഡ്സ് സെലക്ടിവിറ്റി ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ റിജക്ഷൻ ഓഫ് ഇമേജ് ഫ്രീക്വൻസി. അപ്പം ഇതാണ് അതിന്റെ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ഞാൻ പറഞ്ഞ ഇമേജ് ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇമേജ് ഫ്രീക്വൻസി ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഒരു ഫോർമുല ഉണ്ട്. ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ സിഗ്നൽ ഫ്രീക്വൻസി FS, ഞാൻ പറഞ്ഞു ആ അൺഡിസൈഡ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി സിഗ്നൽ ഫ്രീക്വൻസി FS ആണ്. അതിന്റെ കൂടെ വരുന്ന അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് വരുന്ന ആ അൺഡിസൈഡ് ആയിട്ട് വരുന്ന ഇൻപുട്ട് ഫ്രീക്വൻസീസിനെയാണ് ഇമേജ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ FS + 2 FI. FS എന്ന് പറയുന്നത് സിഗ്നൽ ഫ്രീക്വൻസി, FI എന്ന് പറയുന്നത് ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി ആണ് IF.
അത് AM-ന്റെ കേസിൽ 455 kHz ആണ്. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ AM റിസീവർ ആണെങ്കിൽ അത് യൂസ് ചെയ്യാം. ഈ വാല്യൂ കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇന്റർമീഡിയറ്റ് ഫ്രീക്വൻസി AM റിസീവറിന്റെ 455 ആണ്. സോ ഇവിടെ ആൻസർ നമുക്ക് FS തന്നിട്ടുണ്ട് 1200 kHz ആണ്, പ്ലസ് 2 × 455. അപ്പം ഇത് നമുക്ക് സം ചെയ്യുക. ഈ വാല്യൂ എന്ന് പറയുമ്പോൾ ഏകദേശം ഇതാണ് വാല്യൂ 2110 kHz. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പം ഇമേജ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ദെൻ നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷനിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് PCM പഠിച്ചിട്ടുണ്ട്, ഫ്രീക്വൻസി ASK, FSK, അങ്ങനെ MSK എന്നൊക്കെ പറഞ്ഞ് പല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും പഠിച്ചിട്ടുണ്ട്. അതിന് PCM വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടെലഗ്രാം കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്ന മോഡുലേഷൻ സിസ്റ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടെലിഫോൺ അല്ല, ടെലിഗ്രാഫിക് ആണ്. ടെലിഫോൺ ആണെങ്കിൽ നമുക്ക് PCM പറയാം. ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഫസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്. ടെലിഫോണിക് ആണെങ്കിലാണ് പൾസ് കോഡ് മോഡുലേഷൻ, ടെലിഗ്രാഫിക് ആണെങ്കിൽ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് അല്ലെങ്കിൽ FSK മോഡുലേഷൻ ആണ് ടെലിഗ്രാഫിക് കമ്മ്യൂണിക്കേഷനകത്ത് യൂസ് ചെയ്യുന്നത്. പൾസ് കോഡ് മോഡുലേഷൻ അല്ല. പൾസ് കോഡ് മോഡുലേഷൻ അത് ടെലിഫോൺ ആണ്, ടെലിഗ്രാഫിക്കിനകത്ത് FSK ആണ്. പിന്നെ സിംഗിൾ ടോൺ, മൾട്ടി ടോൺ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് സിംഗിൾ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസി വെച്ചിട്ടുള്ള മോഡുലേഷൻ. മൾട്ടി ടോൺ മീൻസ് എന്താണ്, ഒന്നിൽ കൂടുതൽ മോഡുലേറ്റിംഗ് ഫ്രീക്വൻസീസ് യൂസ് ചെയ്തിട്ടുള്ള മോഡുലേഷൻസ്. അപ്പൊ അതൊന്നും അല്ല ഓപ്ഷൻസ്. ഇതിനകത്ത് FSK തന്നെയാണ് ടെലിഗ്രാഫിക്കിനകത്ത് യൂസ് ചെയ്യുന്നത്. അടുത്തത് ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്മിഷൻ റേറ്റ് ഓഫ് ഡേറ്റ ഇൻ എ മോഡം. മോഡത്തില് ട്രാൻസ്മിഷൻ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. അത് ബിറ്റ്സ് പെർ സെക്കൻഡിലാണ് ട്രാൻസ്മിഷൻ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡുലേഷൻ സിസ്റ്റം ഈസ് മോസ്റ്റ് നോയിസ് റെസിസ്റ്റന്റ്. അപ്പൊ അത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഇതിന്റെയൊക്കെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കിയിട്ട് പോകാം എല്ലാത്തിന്റെയും. PWM മീൻസ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ ആണ്. ഡെൽറ്റ മോഡുലേഷൻ, പൾസ് കോഡ് മോഡുലേഷൻ PCM, ഡിഫറൻഷ്യൽ പൾസ് കോഡ് മോഡുലേഷൻ ആണ് DPCM എന്ന് പറയുന്നത്. അപ്പൊ ഇതില് മോസ്റ്റ് നോയിസ് റെസിസ്റ്റന്റ് എന്ന് പറയുന്നത് നമ്മുടെ PCM തന്നെയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസിൽ വരുന്നതാണ് നോയിസ് ഇമ്മ്യൂൺ ആണ്, സെക്യൂർ ആണ്. അതേപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഈ ക്വസ്റ്റ്യൻ കൂടാതെ നമുക്ക് കൂടുതലും ചോദിച്ചു വന്നിട്ടുള്ള ഒരു ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് തന്നെയാണ് ഹൈ ബാൻഡ് വിഡ്ത്ത് കൂടുതലാണ്. അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ്. അപ്പൊ അതുകൂടെ PCM-ന്റെ കേസിൽ അറിഞ്ഞിരിക്കണം. ദെൻ ഡെൽറ്റ മോഡുലേഷനകത്ത് വരുന്നതാണ് നമ്മുടെ രണ്ട് ടൈപ്പ് ഓഫ് നോയിസസ്. ഗ്രാനുലാർ സ്ലോപ്പ് ഓവർലോഡ് ഡിസ്റ്റോർഷൻ, ഗ്രാനുലാർ ഡിസ്റ്റോർഷൻ, രണ്ട് ടൈപ്പ് ഓഫ് അതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡെൽറ്റ മോഡുലേഷൻ അല്ലെങ്കിൽ ഒരു 1 ബിറ്റ് ക്വാണ്ടൈസേഷൻ എന്നൊക്കെ വിളിക്കുന്നത് അതിനകത്താണ്. അപ്പം അത് നമ്മൾ PCM ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് എന്നുള്ളത്. പിന്നെ ഡിഫറൻഷ്യൽ PCM ഉണ്ട്, അതും ഒരു പൾസ് കോഡ് മോഡുലേഷൻ ആണ്. പക്ഷെ ഇവിടെ കൊടുക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇൻപുട്ട് ആണ് അവിടെ വരുന്നത്, ബിറ്റ് നമ്മൾ കൊടുക്കുന്നത്. ക്വാണ്ടൈസേഷൻ നോയ്സ് ഒക്കർ ചെയ്യുന്നത് PCM-നകത്താണ്. ക്വാണ്ടൈസേഷൻ, സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ, എൻകോഡിംഗ്, ഈ 3 ടോപ്പിക്കാണ് അതിന്റെ ട്രാൻസ്മിറ്റർ സെക്ഷനിൽ വരുന്നത്. സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ ആൻഡ് എൻകോഡിംഗ്, ഇതാണ് ഒരു PCM ട്രാൻസ്മിറ്ററിനകത്ത് വരുന്നത്. അപ്പൊ സാമ്പിളിംഗ് നമുക്കറിയാം, ക്വാണ്ടൈസേഷൻ, സാമ്പിളിംഗ് മീൻസ് എന്താണ്, അനലോഗിനെ ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആക്കുക. അപ്പൊ സാമ്പിളിംഗ് മീൻസ് ഡിസ്ക്രീറ്റൈസേഷൻ ഇൻ ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ക്വാണ്ടൈസേഷൻ മീൻസ് ഡിസ്ക്രീറ്റൈസേഷൻ ഇൻ ആംപ്ലിറ്റ്യൂഡ്. എൻകോഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ ഡിജിറ്റൽ ആക്കുക അല്ലെങ്കിൽ ബൈനറി വാല്യൂയിലേക്ക് മാറ്റുക, ആ പ്രോസസ്സാണ് എൻകോഡിംഗ്. നമ്മൾ ലൈൻ കോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എൻകോഡിംഗ് നടത്തുന്നത്, അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതാണ് ഒരു ട്രാൻസ്മിറ്റർ സെക്ഷനിൽ വരുന്നത്. പിന്നെ ഇതിനകത്ത് അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നത് ഒരു റീജനറേറ്റീവ്
റിപ്പീറ്റർ ആണ്, ഡിസ്റ്റോഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. ദെൻ അടുത്ത ലാസ്റ്റ് സ്റ്റേ എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ റിസീവർ സെക്ഷൻ ആണ്. റിസീവർ, ട്രാൻസ്മിറ്റർ, ദെൻ റീജനറേറ്റീവ്, റിപ്പീറ്റർ, ദെൻ റിസീവർ സെക്ഷൻ. ഇങ്ങനെയാണ് PCM-ന്റെ ആ ഒരു ബ്ലോക്ക് വരുന്നത്. അപ്പം ഇതിനകത്ത് കോണ്ടൻസേഷൻ നോയ്സ് ആ ടേം വരുന്നത് തന്നെ നമ്മുടെ പൾസ് കോഡ് മോഡുലേഷൻ അതാണ്. അപ്പം ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്.